കടന്നു വന്നവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. We welcome all of you who have come, accepting our invitations and taking the pains to come over for the meetings, and we hope God will bless your hearts these today and tomorrow's meetings, and God, the Holy Spirit, will change your lives, and this will be days which you can always remember that yes, these are the days which changed my life. These are the days which I have taken decision to be stand for the Lord. Let these 2 days be the same way for the coming 2 days, and we all bow down and together we pray for this meeting. Brother Jinu will come forward and lead us in prayer. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ വളരെ നാളുകളായിട്ടുള്ള പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിൻ്റെയും ഫലമായിട്ട് ദൈവം സാക് ബ്രദറിനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു 4 വർഷമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ റിക്വസ്റ്റിന് വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ സമയമാണ് ഏറ്റവും നല്ല സമയം. ദൈവത്തിൻ്റെ കൃത്യമായിട്ടുള്ള സമയത്ത് ദൈവം സഹോദരനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചു. നമുക്ക് ആ സമയം ഏറ്റവും പ്രയോജനപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ വളരെ ചുരുക്കമായിട്ട് എൻ്റെ ജീവിതത്തിൽ സഹോദരൻ്റെ മെസ്സേജുകൾ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് വളരെ ചുരുക്കമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഒരു 2 വർഷത്തിന് ശേഷമാണ് ബ്രദറിൻ്റെ മെസ്സേജുകൾ കേൾക്കാനായിട്ട് തുടങ്ങിയത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ആത്മീയമായിട്ടും ഒരു സഭാജീവിതത്തിലും ഏറ്റവും തകർന്നിരുന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ ബ്രദറിൻ്റെ മെസ്സേജുകൾ കേൾക്കുന്നത്, പുസ്തകങ്ങളും വായിക്കാൻ തുടങ്ങുന്നത്. ഞാൻ ആ സമയത്ത് വളരെ ഡ്രൈ ആയിട്ട് ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ വളരെ ഒരു തടസ്സത്തിൻ്റെ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലായിരുന്നു. ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട്. കർത്താവെ, യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ പറയുന്നത് പോലുള്ളൊരു വിജയകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ 2 or 3 പേരെങ്കിലും കൂടുന്നൊരു സഭയുണ്ടെങ്കിൽ അതെന്നെ കാണിച്ചു തരണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ച സമയങ്ങളുണ്ടായിരുന്നു. ഞാൻ 96-ലാണ് രക്ഷിക്കപ്പെടുന്നത്. 98-ൽ ഞാനിങ്ങനെ ഈ കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം സഹോദരൻ്റെ ഒരു പുസ്തകം എൻ്റെ അടുത്ത് കിട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു മൊബൈൽ ബുക്ക് സ്റ്റോളിൽ നിന്ന് ബ്യൂട്ടി ഫോർ ആഷസ് എന്നുള്ളൊരു പുസ്തകം എനിക്ക് കിട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ പുസ്തകം എൻ്റെ ജീവിതത്തിൽ അതുവരെയുള്ള ക്രിസ്തീയമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ മൊത്തത്തിൽ മാറ്റിയൊരു പുസ്തകമായിരുന്നു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു അവസ്ഥ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതേപോലുള്ളൊരു ചേഞ്ച് ചെയ്യാനായിട്ട് ദൈവത്തിന് കഴിയും. ഞാനൊരു വീണ്ടും ജനിച്ചൊരു വ്യക്തിയായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിലുള്ള ജീവൻ്റെ സമൃദ്ധി ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നു, എൻ്റെ ഉള്ളിൽ ആ ഒരു പ്രകാശം ലഭിച്ചു. പക്ഷേ ദൈവവചനം പറയുന്ന പോലെ ലോകത്തിൻ്റെ പ്രകാശമായി തീരുക എന്നൊരവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആത്മീയ ദാഹം മാറിയൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ പുറത്തേക്ക് ഒഴുകുന്ന ഒരവസ്ഥയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഈ കാര്യങ്ങളിലേക്കെല്ലാം ദൈവം എനിക്ക് വെളിച്ചം തന്നത് സഹോദരൻ്റെ ചില മെസ്സേജുകൾ കൂടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഈ വരുന്ന ദിവസങ്ങളിൽ നാം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ട് കീഴടങ്ങാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. ഒരു ജീവൻ്റെ അവസ്ഥയിലല്ല, യഥാർത്ഥത്തിലുള്ള ഒരു ജീവൻ്റെ സമൃദ്ധിയായ ജീവൻ്റെ അവസ്ഥയിലേക്ക് ദൈവത്തിന് നമ്മളെ കൊണ്ടുവരാനായിട്ട് കഴിയും. ഒരു ശൈശവാവസ്ഥയിൽ നിന്ന് പുത്രൻ്റെ അവകാശങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടും ആ അവകാശത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ആ ആത്മീയ അനുഗ്രഹങ്ങളുടെ വളരെ ചുരുക്കം മാത്രമേ നമ്മളിപ്പോൾ അനുഭവിക്കുന്നുള്ളൂ. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അളവിൽ അനുഭവിക്കാനായിട്ടുള്ള റിസോഴ്സസ് യേശുക്രിസ്തുവിലുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ലാക്കിങ് കൊണ്ട് മാത്രമാണ്. ദൈവത്തിൻ്റെ വചനം ഈ ദിവസങ്ങളിൽ, മുമ്പോട്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മളെ ആ സമൃദ്ധിയിലേക്ക് നടത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക്, പാപത്തിൻ്റെ, പാരമ്പര്യത്തിൻ്റെ, ബന്ധനങ്ങളുടെ, പിശാചിൻ്റെ എല്ലാ അടിമത്തിൽ നിന്നും വിടുവിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളറിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, നടക്കാൻ പോകുന്ന 2 ദിവസത്തെ മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവരാജ്യം വെളിപ്പെടാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, അതിൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടി ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളായിരിക്കുന്ന സഭയിലും ദൈവത്തിൻ്റെ രാജ്യം വെളിപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കർത്താവായിട്ട് വാഴുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ഞങ്ങളുടെ സഭയിലും പൂർണ്ണമായിട്ട് നിറവേറുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന വ്യക്തികളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ മീറ്റിങ്ങുകളിൽ ദൈവം ആ ബന്ധനങ്ങളെ അഴിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, പിന്മാറ്റക്കാർ മടങ്ങി വരാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ വിടുവിക്കപ്പെടാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാഗ് ബ്രദറിനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെ സഹോദരൻ്റെ വായിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യിരെമ്യാവിൻ്റെ വായിൽ ദൈവത്തിൻ്റെ വചനം കൊടുത്തതുപോലെ തകർക്കുവാനും ഇടിക്കുവാനും പൊളിക്കുവാനും പണിയുവാനും നടുവാനുമായിട്ട് സഹോദരനെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ട് കീഴടങ്ങുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഒരു യഥാർത്ഥ ദാരിദ്ര്യാവസ്ഥയിൽ അങ്ങയുടെ സന്നിധി വരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താഴ്മയിൽ വരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 2 ദിവസത്തെ മീറ്റിങ്ങുകൾ കഴിയുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലൊരു ചേഞ്ച് ഉണ്ടാവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലൊരു ചേഞ്ച് ഉണ്ടാവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തിൽ യഥാർത്ഥത്തിൽ ചേഞ്ച് ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കുവൈറ്റിൽ മലമേൽ ഉയർന്നിരിക്കുന്ന പട്ടണം പോലെ വെളിച്ചമായിട്ട് ശോഭിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ജീവൻ്റെ സമൃദ്ധി അറിയുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഒരു പുത്രൻ്റെ യഥാർത്ഥ അവകാശം അറിയുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാപത്തിൻ്റെ മുകളിൽ സ്വാതന്ത്ര്യത്തോടുള്ള ഒരു ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ, ദൈവസന്നിധിയിലെ സന്തോഷ പരിപൂർണത അനുഭവിക്കാൻ, ഞങ്ങളുടെ വലതുഭാഗത്തെ പ്രമോദങ്ങൾ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീഡിയായിട്ടുള്ള എല്ലാ ഹൃദയങ്ങളോടും ദൈവം ടച്ച് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യഥാർത്ഥത്തിൽ അങ്ങേ കൂടുതലായിട്ട് രുചിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനയായിട്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കിപ്പോൾ ഒരു കോറസ് പാടാം. സോങ് നമ്പർ 1, ഒന്നാമത്തെ പാട്ട്. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. നമുക്ക് പലപ്പോഴും ഇറ്റ്സ് എ കോൾ ഓഫ് ഇൻവിറ്റേഷൻ ടു കം ടു ദ ലോർഡ്. കർത്താവിലോട്ട് വരുവാനായിട്ടും ആ ഒരു സമൃദ്ധിയായ ജീവനിലോട്ടും വരുവാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുന്ന ആ വിളിയുടെ ഒരു വിളിയാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കത് പാടുവാനായിട്ട് നമുക്ക് മനസ്സ് വെക്കാം. Thank you.
സോങ് നമ്പർ 3, മൂന്നാമത്തെ പാട്ട് നമുക്ക് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ചെങ്കടൽ പിറന്നു നൽവഴി നടത്തിടും അടിമയിൽ മുഖം തകർത്തു വീണ്ടെടുത്തവൻ ചിറകുകൾ വിടർത്തി മറവിൽ കാത്തിടുന്നവൻ യേശു നല്ലവൻ എന്നേശു നല്ലവൻ യേശു നല്ലവൻ എനിക്കു യേശു നല്ലവൻ നല്ല രക്ഷകൻ നാമം പാടും ഞാൻ യേശു നല്ലവൻ അതേ യേശു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ മുന്നിലും പിറകിലും നടന്നു കാവലാ മേഘമൊന്നെനിക്കുമേ മരിച്ചു സ്നേഹമാ നീണ്ട മരുഭൂമിയിലുള്ള കയ്യിൽ താങ്ങിടും യേശു നല്ലവൻ എന്നേശു നല്ലവൻ യേശു നല്ലവൻ എനിക്ക് യേശു നല്ലവൻ നല്ല രക്ഷകൻ നാമം പാടും ഞാൻ യേശു നല്ലവൻ അതേ യേശു നല്ലവൻ യേശു നല്ലവൻ എന്നേശു നല്ലവൻ കോട്ടകൾ തകർത്തിടാൻ ബലത്ത് നൽകിടും നീട്ടിയ ഭുജത്തവന്റെ താൻ നടത്തിടും വീട്ടിലെത്തുവോളം പൊൻമുഖത്ത് നോക്കിടാം യേശു നല്ലവൻ എന്നേശു നല്ലവൻ യേശു നല്ലവൻ എനിക്കു യേശു നല്ലവൻ നല്ല രക്ഷകൻ നാമം പാടും ഞാൻ യേശു നല്ലവൻ അതേ യേശു നല്ലവൻ യേശു നല്ലവൻ എന്നേശു നല്ലവൻ ക്ഷാമകാലത്തിന്റെ ക്ഷേമമോടെ കാത്തിടും പച്ച പുൽത്തകിടിയിൽ കിടത്തിടുന്നവൻ വേണ്ടതെല്ലാം നിത്യമേകി പോറ്റിടുന്നവൻ യേശു നല്ലവൻ എന്നേശു നല്ലവൻ യേശു നല്ലവൻ എനിക്കു യേശു നല്ലവൻ നല്ല രക്ഷകൻ നാമം പാടും ഞാൻ യേശു നല്ലവൻ അതേ യേശു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ ചെങ്കടൽ പിളർന്നു നൽവഴി നടത്തിടും അടിമയിൽ മുഖം തകർത്തു വീണ്ടെടുത്തവൻ ചിറകുകൾ വിടർത്തി മറവിൽ കാത്തിടുന്നവൻ യേശു നല്ലവൻ എന്നേശു നല്ലവൻ യേശു നല്ലവൻ എനിക്കു യേശു നല്ലവൻ നല്ല രക്ഷകൻ നാമം പാടും ഞാൻ യേശു നല്ലവൻ അതേ യേശു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ കോട്ടകൾ തകർത്തിടാൻ ബലത്തെ നൽകിടും നീട്ടിയ ഭുജത്താൽ എന്നെ താൻ നടത്തിടും വീട്ടിലെത്തുവോളം പൊന്മുഖത്തെ നോക്കിടാം യേശു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ നല്ല രക്ഷകൻ നാമം പാടും ഞാൻ യേശു നല്ലവൻ അതേ യേശു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ സമകാലത്തിന്റെ
കാത്തിടും പച്ചപ്പുൽ തകിടിയിൽ കിടത്തിടുന്നവൻ വേണ്ടതെല്ലാം നിത്യമേകി പോറ്റിടുന്നവൻ യേശു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ എനിക്കു യേശു നല്ലവൻ നല്ല രക്ഷകൻ തന്നാമം വാഴ്ത്തിപ്പാടും ഞാൻ യേശു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ. നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഞാൻ ബസാക്കിനെയും സിസ്റ്റർ ആനിയെയും ബ്രദർ ഷിബുവിനെയും ഞങ്ങൾ ആ മീറ്റിങ്ങിലോട്ട് പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. ഒരു പക്ഷേങ്കിൽ ബസാക്കിനെ നേരത്തെ അറിയാത്ത പലരും ഒരുപക്ഷെ ഇവിടെ കാണും. നമ്മൾ ആ നോട്ടീസിൽ എഴുതിയതുപോലെ 19 വർഷത്തോളം അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായിട്ട് പലയിടത്തുമായി ദൈവസഭ പണിയുവാനായിട്ടുള്ളൊരു പാഷനോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു സഹോദരനാണ്. ഇഫ് യു ആസ്ക് വൈ യു ഹാവ് ടു ബിൽഡ് എ ചർച്ച്, because that is a need of the century. It is not only enough that a person need to be built up, a church need to be built up. ഒരു പക്ഷെങ്കിൽ ഒരു മകൻ പിതാവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. When he becomes a father, he comes to know what his father said. So sometimes we may not understand some things, but if we are humble enough today, ഇന്ന് ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുന്നുവെങ്കിൽ, ഞങ്ങളിന്ന് ഈ ഫ്ലയറിൽ ഇട്ടിരിക്കുന്ന ഫ്രണ്ടിൽ ഒട്ടിച്ചിരിക്കുന്നത് പോലെ കർത്താവ് യേശുക്രിസ്തുവിന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ദ ട്രൂത്ത് വിൽ ആക്ച്വലി സെറ്റ് യു ഫ്രീ. യഥാർത്ഥത്തിൽ നമ്മളെ സ്വതന്ത്രമാക്കാൻ പോകുന്നത് ക്രിസ്തുയേശുവിൻ്റെ സത്യമാണ്. ആൻഡ് ഇഫ് യു ക്യാൻ ഹാവ് എ ബ്രദർ ഹു ക്യാൻ സേ ദാറ്റ് വിതൗട്ട് കോംപ്രമൈസ്, ആൻഡ് ദാറ്റ്സ് വൺ തിങ് വിച്ച് വി ആർ ഗോയിങ് ടു ഹിയർ ടുഡേ. And I know when I was in my college, ഞാൻ എൻ്റെ കോളേജിൻ്റെ ദിവസം മുതൽ എനിക്ക് സവനെ അറിയാം. And I know and I am being changed. My life is changed because I was a nominal Christian. ഞാനൊരു സാധാരണമായിട്ടൊരു ക്രിസ്ത്യനായിരുന്നു. എൻ്റെ ജീവിതത്തിന് വ്യത്യാസം വന്നതും my whole discipline, I owe a lot to this brother. So I would say that, as I said in the beginning, നമ്മൾ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ സ്പെൻഡ് ചെയ്യുന്ന ചില മണിക്കൂറുകൾ, if you humble yourself before God, Lord, I like to hear your word. കർത്താവേ, ദൈവത്തിൽ നിന്ന് കേൾക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. And definitely God will touch our hearts. If you are discouraged, God will definitely encourage. നമ്മൾ പാടിയതുപോലെ God is capable of breaking those chains which is tying us down. നമ്മളെ പറക്കുവാൻ കഴിയാതെ നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുന്ന എല്ലാത്തിൽ നിന്നും വിടുവിപ്പാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. But Satan has done so much of damage in our lives, but we need to get out of that. And these messages will definitely help us. ദൈവം നമ്മളെ യഥാർത്ഥത്തിൽ സഹായിക്കും. And in the end of, wherever maybe you are not coming from some of our churches, but at least wherever you are, that you will definitely be a light and a salt, and which will change the life of people. അങ്ങനെ ആയി തീരണമെന്നുള്ള തന്നെയുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ മീറ്റിംഗ്സൊക്കെ ഇത്രയും ഓപ്പൺ ആയിട്ട് നമ്മളിത് ചെയ്യുവാനായിട്ടുള്ള കാര്യം. സോ ഐ വെൽക്കം ബ്രദർ സാക്ക് ആൻഡ് സിസ്റ്റർ ആൻഡി especially for this meeting, and we thank him specifically for coming over and taking all the pains in his difficult schedules to come over to this place. We especially welcome him to the meeting, and I hand over the stadium to him. Praise the Lord, brothers and sisters. It's a great joy to share God's word with you. സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു അനുഭവമാണ്. We get from God only as much as we have faith for. ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമുക്ക് ആ വിശ്വാസത്തിൻ്റെ അളവ് എത്രയുണ്ടോ അത്രത്തോളമേ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. We can picture faith like a vessel that we keep outside our house when it is raining. മഴയത്ത് നമ്മുടെ ഭവനത്തിന് പുറത്ത് വെക്കുന്ന ഒരു പാത്രം പോലെ നമുക്ക് വിശ്വാസത്തെ ചിത്രീകരിക്കാം. How much will you collect? Depends on the size of the vessel. എത്രത്തോളം ജലം നിങ്ങൾക്ക് അവിടെ സംഭരിപ്പാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ വച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തെ ആസ്പദമാക്കിയിരിക്കും.
Somebody who puts a cup outside gets a cup full of water. ഒരാൾ ഭവനത്തിന് പുറത്തൊരു ചെറിയ കപ്പ് മാത്രമാണ് വെച്ചിരിക്കുമെങ്കിൽ അത്രത്തോളം ജലം അദ്ദേഹത്തിന് ലഭിക്കും. Somebody who puts a bucket gets a bucket full of water. പുറത്തൊരു ബക്കറ്റാണ് വെച്ചിരിക്കുന്നെങ്കിൽ ഒരു ബക്കറ്റ് നിറയെ വെള്ളം ലഭിക്കും. He keeps a big tub there, he gets a tub full of water. വലിയൊരു ടബാണ് വെച്ചിരിക്കുന്നത്, അത്രത്തോളം ജലം ലഭിക്കും. This is the reason why there is a different level among different Christians. ഇതാണ് പല തരത്തിലുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള വിശ്വാസത്തിൻ്റെ അളവിലുള്ള കുറവുകളും വ്യത്യസ്തതയും. And I'm talking about faith for the things God has promised in the scripture. തിരുവചനത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. Today, a lot of people are seeking to have faith for things God has not promised. കർത്താവ് വാഗ്ദത്തം ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ഒരു സമൂഹമാണ് ഇപ്പോഴുള്ളത്. Now, God gives us many things which He has not promised in scripture. തിരുവചനത്തിൽ വാഗ്ദത്തം ചെയ്യാത്ത പല കാര്യങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുമുണ്ട്. But the reason those things are not mentioned in scripture is because those are not the primary things He wants to give us. എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ തിരുവചനത്തിൽ പ്രതിപാദിക്കാതിരിക്കുന്നതെന്നാൽ പ്രാഥമികമായിട്ടും ആ കാര്യങ്ങളല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. There are many things, for example, God gave Abraham. അബ്രഹാമിന് ദൈവം ധാരാളം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. But He promised him a son in his old age. എന്നാൽ അവന് വാഗ്ദത്തം ചെയ്ത ദൈവം നൽകിയത് അവൻ്റെ പ്രായമായ അവസ്ഥയിൽ അവനൊരു പുത്രനെ നൽകുകയായിരുന്നു. And for that he had faith. ആ കാര്യത്തിൽ അവന് വിശ്വാസവും ഉണ്ടായി. But his faith was based on God's promise. അവന്റെ വിശ്വാസത്തിന് ആധാരമായിരുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു. This is such a fundamental principle that sometimes Christians don't understand it. അടിസ്ഥാനപരമായിട്ടുള്ള ഈ തത്വം പല ക്രിസ്ത്യാനികൾക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. I want to tell you about the first time in the Bible that the word believe or faith comes. വിശ്വസിക്കുക അല്ലെ വിശ്വാസം എന്നുള്ള ആദ്യ വചനം തിരുവചനത്തിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം. Whenever a word comes for the first time in scripture, that is very important. തിരുവചനത്തിൽ ആദ്യമായിട്ട് ഒരു വാക്യം കടന്നു വരുമ്പോൾ അത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ്. You know, we all talk about faith. നമ്മളെല്ലാവരും വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കും. All believers. എല്ലാ വിശ്വാസികളും. So isn't it good for us to see the first time in the Bible where faith is mentioned? അത് വിശ്വാസം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന തിരുവചനത്തിൽ ആദ്യമായിട്ട് എവിടെയാണെന്നുള്ളത് അറിയുന്നത് നല്ലതല്ലേ? It's possible that many of you don't know it. ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് അറിയില്ല എന്നും എനിക്കറിയാം. I'll tell you one thing. If you listen to the word of God in these days, you will get a new Bible. നിങ്ങൾ ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേൾക്കുകയും പഠിക്കുകയുമാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ബൈബിൾ ലഭ്യമാകും. It will be the same old Bible but with verses that you never even noticed. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തിരുവചനം ബൈബിൾ തന്നെയായിരിക്കും, എന്നാൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത പല വചനങ്ങളും ഇപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ അറിയും. Okay, here is the first time the word believe comes in the Bible. Genesis 15 and verse 6. ഉൽപ്പത്തി പുസ്തകം 15ന്റെ 6ാമത്തെ വാക്യത്തിലാണ് ആദ്യമായിട്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്. It says about Abraham, he believed in the Lord. അവൻ യഹോവയിൽ വിശ്വസിച്ചു. That is the first time that word faith comes. വിശ്വാസം എന്നുള്ള ആ വാക്യം ആദ്യമായിട്ട് ബൈബിൾ പ്രതിപാദിച്ചിരിക്കുന്നത് ഇവിടെയാണ്. What did he believe? എന്താണ് അവൻ വിശ്വസിച്ചത്? He didn't ask for whatever he wanted and say, okay Lord, I'm trusting you to give it to me. അവന്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ടായിരുന്ന കാര്യം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല അവൻ പറഞ്ഞത്. Remember this. ഒരിക്കലും അങ്ങനെയല്ല. The first time faith comes in the Bible is not when somebody asked for whatever he wanted and said, I'm going to believe you. അവന്റെ ഹൃദയത്തിൽ താല്പര്യമുള്ള കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവമേ ഞാൻ വിശ്വസിക്കാൻ പോകുന്നു എന്നുള്ളതിനോടനുബന്ധിച്ചല്ല തിരുവചനത്തിലെ വിശ്വാസം എന്നുള്ള വാക്യം ആദ്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. If you understand that, it will save you from a lot of deception about faith. വിശ്വാസത്തെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളിൽ നിന്നും നിങ്ങൾക്ക് ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മോചനം പ്രാപിപ്പാൻ സാധിക്കും. As I said, God gave Abraham many other things. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അബ്രഹാമിന് വേറെ ധാരാളം കാര്യങ്ങൾ ദൈവം നൽകി. He had 318 servants and a lot of wealth. 318 സേവകന്മാരും ധാരാളം സമ്പത്തും അവനുണ്ടായിരുന്നു. But those are not things he promised. എന്നാൽ അതൊന്നും അവൻ വാഗ്ദത്തം ചെയ്ത കാര്യങ്ങളല്ല. God gives us hundreds of things which he doesn't promise. അവൻ വാഗ്ദത്തം ചെയ്യാത്ത നൂറുകണക്കിന് കാര്യങ്ങൾ Because ദൈവം നൽകി. he's a good God. കാരണം ദൈവം നല്ലവനായ ദൈവമാണ്. But when God promises something, those are the really important things that we need to get. എന്നാൽ ദൈവം ചില കാര്യങ്ങൾ വാഗ്ദത്തം ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട കാര്യങ്ങൾ അതാണ്. We must distinguish between the things God gives us which is not promised and the things which he has promised.
നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കാര്യങ്ങൾ, വാഗ്ദത്തം ചെയ്യാത്ത കാര്യങ്ങളും എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. And that we see here. അത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. The most important thing that God gave Abraham was not his servants or his wealth. ഏറ്റവും പ്രാധാന്യമേറിയ സമ്പത്ത് ദൈവം അബ്രഹാമിന് നൽകിയത് സേവകന്മാരോ അവന്റെ ഭൗതിക സമ്പത്തോ It was ആയിരുന്നില്ല. a son. അതവന്റെ പുത്രനായിരുന്നു. When he didn't have a son, അവന് ഒരു പുത്രൻ ഇല്ലാതിരുന്നപ്പോൾ അവന് വാഗ്ദത്തം നൽകിയ പുത്രൻ. one night the Lord called him outside ഒരു the രാത്രി tent. അവന്റെ കൂടാരത്തിന് പുറത്തേക്ക് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. And verse 5 he said, look toward the heaven and count the stars if you are able to count them. ഉൽപ്പത്തി 15:5 പറയുന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. Your descendants will be like that, and he promised him that when he had no children. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അപ്പോൾ അവന് പുത്രന്മാർ ഇല്ലായിരുന്നു, Not even Ishmael. ഇസ്മായിൽ പോലും ഇല്ലായിരുന്നു. And it says Abraham believed in the Lord. ആ വാഗ്ദത്തെ അബ്രഹാം വിശ്വസിച്ചു. And the word believe in the original Hebrew is the word amen, which we use at the end of our prayer. വിശ്വാസം എന്നുള്ളത് എബ്രായ മൂലഭാഷയിലെ നമ്മുടെ പ്രാർത്ഥനയുടെ അവസാന വാക്കുമായിട്ട് ഉപയോഗിക്കുന്ന ആമേൻ എന്നാണ്. You know, we use amen so often. നമ്മൾ പലപ്പോഴും ആമേൻ കൂടെ ഉപയോഗിക്കാറുണ്ട്. Where is the first time it comes in the Bible? എവിടെയാണ് ആദ്യമായിട്ട് തിരുവചനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? Here, Genesis 15:6. ഉൽപ്പത്തി പുസ്തകം 15:6 അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. It's a Hebrew word, it's not English or Malayalam. അത് ഇംഗ്ലീഷോ മലയാളവുമല്ല, അതൊരു ഹീബ്രു വാക്യമാണ്. And in Hebrew it says Abraham amened the Lord. ഹീബ്രുവിൽ അത് പറഞ്ഞിരിക്കുന്നത് അബ്രഹാം ആമേൻ, ദൈവത്തിന് ആമേൻ That പറഞ്ഞു. means God said something. അപ്പോൾ ദൈവം എന്തെങ്കിലും സംസാരിക്കുമ്പോൾ Abraham said amen. അബ്രഹാം പറഞ്ഞു ആമേൻ. That means it will be so. അത് സംഭവിക്കും. Do you know that's the meaning of amen? ആമേന്റെ വാക്യത്തിന്റെ അർത്ഥം എന്തെങ്കിലും അറിയുമോ? That is the meaning. അതാണ് അതിന്റെ അർത്ഥം. That what God has said, it will be so. ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു അത് അപ്രകാരം And തന്നെയായിരിക്കും. you can be absolutely certain it will be fulfilled. അത് 100% പൂർത്തിയാകുമെന്ന് അവന് വിശ്വാസം ഉണ്ടായിരിക്കും. If you say amen, it will be so. നിങ്ങൾ ഇന്ന് ആമേൻ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ എന്നാണ്. There are many things God has promised us in Scripture. തിരുവചനത്തിൽ നമുക്കായിട്ട് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. See what the New Testament says about faith in Romans chapter 10. റോമാലേഖനം 10-ാം എന്താണ് പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നോക്കുക. Romans chapter 10 റോമാലേഖനം 10-ാം and verse 17. 17-ാമത്തെ വാക്യം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. So where does faith come from? വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? It does not come from some desire in my heart. അതെന്റെ ഹൃദയത്തിലുള്ള താല്പര്യത്തിന്റെ പിൻബലത്തിലല്ല ഉണ്ടാകുന്നത്. This is the deception today. അതാണ് ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിലെ ഒരു വഞ്ചന. I want something എനിക്കെന്തെങ്കിലും and ആവശ്യമുണ്ട്, I think that if I can work up faith for it, I'll get it. എന്റെ വിശ്വാസം എന്നുള്ളത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നിട്ട് എന്റെ അത് ലഭ്യമാകുന്നതുവരെ ഞാൻ വിശ്വസിക്കുക We എന്നുള്ളതാണ്. try to get that faith. അത് വിശ്വാസത്തിൽ നിന്ന് പ്രാപിക്കുവോളോ ഞാനത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണോ? Maybe God gives us some good things, ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ദൈവം നമുക്ക് but നൽകിയിരിക്കും. that's got nothing to do with your faith. അത് നിങ്ങളുടെ വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമുള്ള That is കാര്യമല്ല. because of God's goodness. അത് ദൈവത്തിന്റെ നന്മയുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യം. Here it says how true scriptural faith comes. യഥാർത്ഥത്തിലുള്ള വചനപ്രകാരമുള്ള വിശ്വാസം എങ്ങനെയാണെന്നാണ് ഇവിടെ കാണുന്നത്. Faith comes from hearing. വിശ്വാസം And കേൾവിയാലും, hearing by the word of Christ, which is referring to the New Testament. കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നാണ് പുതിയ നിയമത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. The word of Christ is the word given in the New Testament. ക്രിസ്തുവിന്റെ വചനം എന്നാൽ പുതിയ നിയമത്തിൽ നൽകിയിരിക്കുന്ന വചനങ്ങൾ. And that means you look for a promise in the New Testament and you say, Amen, it will be so in my life, it will happen. പുതിയ നിയമത്തിൽ ഒരു വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ആ വാഗ്ദത്തം നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെയായിരിക്കും. We can say that every promise of God is like a check. നിങ്ങൾക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം ഒരു ചെക്കായിട്ട് സങ്കല്പിക്കുക. We all are familiar with checks. നിങ്ങൾക്കൊക്കെ ബാങ്കിൽ കൊടുക്കുന്ന ചെക്കിനെ കുറിച്ച് പരിചയമുള്ളവരാണല്ലോ. And here every promise is a check signed by the Lord Jesus Christ. എല്ലാ വാഗ്ദത്തങ്ങളും യേശുക്രിസ്തുവിന്റെ ഒപ്പുള്ള ഒരു ചെക്കാണെന്ന് സങ്കല്പിക്കുക. That's what it says here, the word of Christ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിന്റെ വചനമെന്ന്. His word can never be broken. അവന്റെ വചനം ഒരിക്കൽ പോലും It's like മാറ്റമുള്ളതല്ല. a check signed by him will always be cashed in the bank of heaven.
ആ സ്വർഗത്തിലെ ബാങ്കിൽ ഈ ചെക്ക് കൊടുത്താൽ അത് നിങ്ങൾക്കത് പണമായിട്ട് ലഭിക്കുന്നതാണ്. We read that in 2 Corinthians chapter 1 verse 20. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. Do you know this verse? നിങ്ങൾക്ക് ആ വാക്യം അറിയാമോ? All the promises of God in Christ are yes. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. That means he has signed it. കാരണം യേശുക്രിസ്തു അവിടെ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. Every promise. എല്ലാ വാഗ്ദത്തങ്ങളും. You go to any promise in the New Testament. പുതിയ നിയമത്തിലെ ഏതൊരു വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ. Now, why do I mention New Testament? എന്തുകൊണ്ടാണ് പുതിയ നിയമം എന്ന് ഞാൻ പ്രതിപാദിച്ചത്? Because എന്തെന്നാൽ God's promises in the Old Testament were mainly for Israel. കാരണം പഴയ നിയമത്തിലെ പല വാഗ്ദത്തങ്ങളും ഇസ്രായേലർക്കുള്ളതായിരുന്നു. Particularly the ones he gave through Moses. പ്രാഥമികമായിട്ടും അത് മോശ മുഖാന്തരം നൽകിയ വാഗ്ദത്തങ്ങൾ. There are some prophetic promises in Isaiah and Jeremiah and Ezekiel which are for us. യെശയ്യാവിലും യെരമ്യാവിലുമുള്ള ആ പ്രവചന ആത്മാവിലുള്ള ചില വാഗ്ദത്തങ്ങൾ അത് നമ്മളെയും സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. But when God gave Israel certain promises through Moses, മോശയിലൂടെ ദൈവം ഇസ്രായേലർക്ക് ചില വാഗ്ദത്തങ്ങൾ നൽകിയപ്പോൾ, that I will give you a land, ഞാൻ നിങ്ങൾക്കൊരു ദേശം നൽകും, the land of Canaan. ആ കനാൻ ദേശം നൽകുമെന്ന് പറഞ്ഞപ്പോൾ I can't claim that. എനിക്കത് സ്വായത്തമാക്കാനായിട്ട് പറ്റില്ല. God has not promised me the land of Canaan. കനാൻ ദേശം ദൈവം എനിക്കല്ല വാഗ്ദത്തം നൽകിയത്. That was to Israel. അത് ഇസ്രായേലിന് വേണ്ടിയായിരുന്നു. It is so simple. അത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. The land of Canaan is what today is called Israel. ആ കനാന ദേശമാണ് ഇന്നത്തെ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നത്. But I can't go to Israel today and say, in Jesus' name, this is mine. എനിക്ക് ഇന്ന് ഇസ്രായേലിൽ പോയിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് എന്റെയാണെന്ന് പറയാൻ പറ്റുമോ? Because that promise was not given to me. അത് എനിക്ക് നൽകിയ ഒരു വാഗ്ദത്തമല്ല. So you must remember that there are many promises in the Old Testament which are given to Israel. പഴയ നിയമത്തിലെ പല വാഗ്ദത്തങ്ങളും ഇസ്രായേലിന് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ് നിങ്ങൾ They are മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. not for us. എന്നാൽ നമുക്കുള്ള വാഗ്ദത്തങ്ങൾ അവിടെയും ഉണ്ട്. And if something is written in the name, a check written in the name of somebody else, I can't take it. വേറൊരാളുടെ പേരിൽ എഴുതിയിരിക്കുന്ന ചെക്ക് എനിക്ക് പണമായി സ്വീകരിക്കാനായിട്ട് സാധ്യമല്ല. And that is the foolishness of many believers. പല ക്രിസ്ത്യാനികളുടെയും ആ ഭോഷത്വം അതാണ്. There are many checks written in our name. എന്നാൽ നമ്മളുടെ പേരിൽ എഴുതിയിരിക്കുന്ന ധാരാളം വേറെ ചെക്കുകൾ ഉണ്ട്. Everything in the New Testament. പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും all of them are signed by Jesus Christ. അവയെല്ലാം യേശുക്രിസ്തുവിന്റെ ആ ഒപ്പുള്ളതുമാണ്. It says in him they are yes. അവനിൽ ഉവ്വ് എന്നത്രേ. But Jesus never signed those Old Testament checks. എന്നാൽ പഴയ ആ നിയമത്തിലെ ചെക്കുകളൊന്നും യേശുക്രിസ്തു സൈൻ ചെയ്തവയല്ല. He hadn't even come to the earth. അവൻ അന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് പോലും ഇല്ലായിരുന്നു. That was between God and Israel. അത് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ളതായിരുന്നു. So I'm trying to make this so simple that nobody can misunderstand. വളരെ ലളിതമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. But now I must take that check and cash it. എന്നാൽ ഇന്ന് ഞാൻ ആ ചെക്ക് എടുത്തുകൊണ്ട് പോയിട്ട് അത് പണമായി മാറ്റേണ്ടിയിരിക്കുന്നു. And that's what it says here in verse 20. അതാണ് 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. See, just like if you give a check in the bank, they ask you to sign at the back. At least in India they ask you to do that. ഇന്ത്യയിൽ നിങ്ങൾ ഒരു ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പിൻഭാഗത്ത് നിങ്ങൾ സൈൻ ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടും. They won't give you the money unless you sign at the back. നിങ്ങളുടെ ഒപ്പില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് പണം നൽകിയില്ല. Whoever may have signed it. ആരൊക്കെ അവിടെ സൈൻ ചെയ്താലും They say sign at the back, you can take it. നിനക്ക് നിന്റെ പേരിലുള്ളതാണെങ്കിൽ അവിടെ സ്വായത്തമാക്കാൻ പണമാക്കാൻ പറ്റും. How do I sign for the promises of God? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഞാൻ എങ്ങനെയാണ് എന്റെ സ്വായത്തമാക്കുന്നത്? See what it says here. അതിവിടെ എഴുതിയിരിക്കുന്നുണ്ട്. Let me read this verse like this. ആ വാക്യം ഞാൻ ഇപ്രകാരം വായിക്കട്ടെ. The promises of God are like checks signed by Jesus Christ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ യേശുക്രിസ്തുവിനാൽ ഒപ്പിടപ്പെട്ടിരിക്കുന്ന ചെക്കുകൾ പോലെയാണ്. If you sign at the back by saying Amen, നിങ്ങൾ അതിന്റെ പിൻഭാഗത്ത് ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒപ്പ് രേഖപ്പെടുത്തുകയാണെങ്കിൽ then you will get it for the glory of God. കർത്താവിന്റെ മഹത്വത്തിനായിട്ട് നിങ്ങൾക്ക് അത് ലഭ്യമാകും. That's what this verse says. അതാണ് ഈ വചനം പ്രതിപാദിക്കുന്നത്. If you don't put Amen at the back of that promise, you don't get it. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പിൻഭാഗത്ത് നിങ്ങളുടെ ഒപ്പ് രേഖപ്പെടുത്തി ആമേൻ പറയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ലഭ്യമാകില്ല. What does Amen mean? ആമേൻ എന്തുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? Will be so in my life. എന്റെ ജീവിതത്തിൽ അത് അപ്രകാരം തന്നെ ആയിരിക്കും എന്നാണ് ആമേൻ എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത്. There are many promises which we don't put an amen to it. പല വാഗ്ദത്തങ്ങൾക്കും ആമേൻ എന്നുള്ളൊരു കാര്യം നമ്മൾ And there are commands in the New Testament. അതുപോലെ പുതിയ നിയമത്തിൽ കൽപ്പനകളുമുണ്ട്. And I want to say a command is also like has got a promise hidden in it. ആ കൽപ്പനകളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. Because when God commands something, it is not something impossible.
ദൈവം ഒരു കൽപ്പന നൽകുമ്പോൾ അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല അവൻ It is നൽകുന്നത്. impossible without his power, of course. എന്നാൽ ദൈവത്തിന്റെ ശക്തി ഇല്ലാതെ അത് അസാധ്യമാണ് താനും. But with God's power, every command in the New Testament is possible. പുതിയ നിയമത്തിലെ എല്ലാ കൽപ്പനകളും ദൈവത്തിന്റെ കൃപയാൽ അവന്റെ ശക്തിയാൽ നമുക്ക് സാധ്യമായുള്ള കാര്യങ്ങൾ തന്നെയാണ്. Why do I say that? എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്? Because, Jesus spoke about earthly fathers and compared our heavenly Father with earthly fathers. പലപ്പോഴും യേശുക്രിസ്തു ഭൗമികരായിട്ടുള്ള പിതാക്കന്മാരുടെ ആ ജീവിതവും അവന്റെ സ്വർഗ്ഗസ്ഥ പിതാവുമായിട്ടാണ് തുലനം ചെയ്തിരുന്നത്. He said, if you earthly fathers know how to give good gifts to your children, how much more your heavenly Father will give good gifts to those who ask him. ഭൂമിയിലുള്ള ദോഷികളായ നിങ്ങളുടെ പിതാക്കന്മാരായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് എത്ര അധികം നിങ്ങൾക്ക് ദാനങ്ങളെയും പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണ്. I want to use the same example. അതേ ഉദാഹരണം ഞാൻ ഉപയോഗിക്കാൻ If you earthly fathers will never command your children to do something impossible, അസാധ്യമായ ഒരു കാര്യം ചെയ്യാൻ ഭൂമിയിലുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ആരോടെങ്കിലും ആവശ്യപ്പെടുമോ? then how much more your heavenly Father will never ask you to do something impossible. അങ്ങനെയാണെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നല്ല ദൈവം നിങ്ങളോട് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ ആവശ്യപ്പെടുമോ? But sometimes we unconsciously accuse God of asking us to do something impossible. എന്നാൽ അബോധമായ മനസ്സിൽ നമ്മൾ ദൈവത്തോട് പറയാറുണ്ട്, ദൈവമേ എന്നാലും ഇത് ചെയ്യാൻ നീ എന്നോട് ആവശ്യപ്പെടുന്നുവല്ലോ. Let me show you just one verse. ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിപ്പാൻ ആഗ്രഹിക്കുന്നു. Philippians chapter 4. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം. It's a verse you have heard numerous times. പല പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുള്ള വാക്യമാണ്. But as I said, you can get a new Bible നിങ്ങൾക്ക് ഒരു പുതിയ ബൈബിൾ തന്നെ നിങ്ങൾക്ക് if ലഭ്യമാകേണ്ടിയിരിക്കുന്നു. you read the word of God slowly. നിങ്ങളെ ദൈവത്തിന്റെ വചനം സാവധാനത്തോടെ വായിച്ചാൽ. See, first of all, I want to tell you that I believe the whole Bible is the word of God. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ആ തിരുവചനമായ ബൈബിൾ മുഴുവനും ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. It is the only book in the whole world that God has written through men. മനുഷ്യനിലൂടെ ദൈവം എഴുതിയിരിക്കുന്ന ഒരേ ഒരു പുസ്തകം, ലോകത്തിലെ ഏത് പുസ്തകങ്ങൾ എടുത്താലും അത് സത്യവേദ പുസ്തകം There are മാത്രമാണ്. many good books written by Christian authors. ക്രിസ്തീയ ഗ്രന്ഥകാരന്മാരാൽ എഴുതപ്പെട്ട ധാരാളം നല്ല പുസ്തകങ്ങൾ ലോകത്തിലുണ്ട്. But you can't call them the word of God. അതുവേ ഒന്നും ദൈവത്തിന്റെ വചനമെന്ന് നമുക്ക് വിളിക്കുക സാധ്യമല്ല. If they are good books, they are based on the word of God. അവർ നല്ല പുസ്തകങ്ങൾ ദൈവത്തിന്റെ വചനത്തിനെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിരിക്കുന്ന കാര്യമാണ്. But the word of God is only in the Bible. എന്നാൽ ദൈവത്തിന്റെ വചനം, ക്രിസ്തുവിന്റെ വചനം ബൈബിളിൽ മാത്രമേ ഉള്ളൂ. I have spent 52 years studying this book. കഴിഞ്ഞ 52 വർഷക്കാലമായിട്ട് ഈ പുസ്തകം പഠിക്കാനായിട്ട് ഞാൻ സമയം I have ചെലവഴിക്കുന്നു. never found a promise that cannot be fulfilled. അത് അസംഭവമായിട്ടുള്ള ചെയ്തുകൂടെ കഴിയാൻ സാധ്യമല്ലാത്ത ഒരു വാഗ്ദത്തങ്ങൾ പോലും ഞാൻ I have never കണ്ടിട്ടില്ല. found a command that cannot be obeyed. അനുസരിക്കാൻ കഴിയാത്ത ഒരു കൽപ്പന പോലും ഞാൻ ഇതിൽ കണ്ടിട്ടുമില്ല. But for many years, when I did not say Amen, I couldn't experience it. എന്നാൽ പല വർഷക്കാലം ഞാൻ അതിന് ആമേൻ പറയാതിരുന്നപ്പോൾ അതെന്റെ ജീവിതത്തിൽ സത്യമായി തീർന്നുമില്ല. It's like you can have a check for $1,000,000 dinars or whatever you have here and keep it in the drawer for years. You don't get it. 1 മില്യൺ ദിനാർ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ചെക്ക് നിങ്ങളുടെ ഡ്രോയറിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ അത് പണമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരികയില്ല. And you can live in poverty when you could have been rich. നിങ്ങൾക്ക് ധനികനാകാൻ കഴിയുന്ന സമയത്ത് ദരിദ്രനായിട്ട് നിങ്ങളുടെ സമയം ചിലവഴിക്കുകയും ചെയ്യാം. When I look at a lot of Christians, I think they are spiritually poor when they could have been rich. പല ക്രിസ്ത്യാനികളെയും കാണുമ്പോൾ ആത്മീയമായിട്ട് ധനികരാകാൻ കഴിവുള്ളവർ ദരിദ്രരായിട്ട് കഴിയുന്നത് കാണുന്നത് എനിക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. Here is one type of wealth. ഇവിടെ ഒരു സമ്പത്തിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന It's not money or houses or cars. അത് കാറോ ഭവനമോ വീടോ ഒന്നുമല്ല. It's something much better than that. അതിനേക്കാളൊക്കെ ഉത്തമമായ ഒരു കാര്യം. Philippians 4:4. ഫിലിപ്പ് ലേഖനം 4:4. Rejoice in the Lord always, and again I say rejoice. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. It's very rare that you find in a sentence the Holy Spirit repeating it again in the same sentence. Again I said it. വളരെ വിരളമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഒരേ കാര്യം തന്നെ ഒരേ വാക്യത്തിൽ വീണ്ടും വീണ്ടും പറയുക എന്നുള്ളത്. And you say it and then he says again I say it. This is what I meant. ഒരു കാര്യം പറഞ്ഞിട്ട് അത് തന്നെ ഞാൻ വീണ്ടും പറയുന്നു എന്ന് പറയുന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? Because when you read a command like this, ഇങ്ങനെയുള്ള ഒരു കൽപ്പന നിങ്ങൾ വായിക്കുമ്പോൾ that we must always be full of joy. എല്ലായ്പ്പോഴും നമ്മൾ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. Not just when you come for a praise time in the church meeting. ആ സഭായോഗങ്ങളിൽ വന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമയത്തല്ല. I have been to many
praise Thanksgiving meetings in Sunday services where the preacher says, "Come on, be full of joy." ഞാൻ പല മീറ്റിങ്ങുകളും യോഗങ്ങൾ കടന്നു പോയിട്ടുള്ളപ്പോൾ അവിടുത്തെ ആ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്, വരിക, ഇപ്പോൾ സന്തോഷിക്കുക എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. Are we supposed to be full of joy only for 2 hours once a week? ഒരാഴ്ചയിൽ 2 മണിക്കൂർ മാത്രം സന്തോഷം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണോ നമ്മൾ? There is no such verse in the Bible. ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെയുള്ള വാക്യങ്ങളില്ല. The Bible says rejoice always. ദൈവത്തിന്റെ വചനം പറയുന്നത് എല്ലായ്പ്പോഴും സന്തോഷിപ്പിക്കുന്നതാണ്. The meaning of always is 24 hours a day, 7 days a week. എപ്പോഴും സന്തോഷിപ്പിന്നുള്ളതിന്റെ അർത്ഥം 24 മണിക്കൂർ ഒരു ദിവസവും 7 ദിവസം ഒരാഴ്ചയും എന്നാണ്. Is it possible? അത് സാധ്യമാണോ? How many of you can say you have experienced it? നിങ്ങൾ എത്ര പേർ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്? I'll tell you, for more than 16 years of my life after I was born again, I could not experience it. ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചതിന് ശേഷം ഏകദേശം 16 വർഷക്കാലം എന്റെ ജീവിതത്തിൽ സത്യമായിരുന്നില്ല. The check was there, ആ ചെക്ക് അവിടെ ഉണ്ടായിരുന്നു, but I never wrote my amen to it. എന്നാൽ ഞാൻ അതിന്റെ പുറത്തുള്ള ആമേൻ എന്ന് I പറഞ്ഞില്ല. never said it will be so in my life. എന്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും അന്ന് 16 വർഷത്തോളം പറഞ്ഞില്ല. I kept on saying it is not possible. ഞാൻ പറഞ്ഞിരുന്നത് സാധ്യമല്ല എന്നാണ്. Nobody can rejoice 24 hours a day, 7 days a week. 24 മണിക്കൂർ ഒരു ദിവസവും 7 ദിവസവും ഒരാഴ്ചയും ആർക്കും സന്തോഷമായിട്ട് കഴിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. In a world like this with so many problems and trials and naughty children, how can we ever rejoice always? ഇങ്ങനെ പ്രശ്നങ്ങളാൽ മുഖരിതമായിരിക്കുന്ന ഈ ലോകത്തിലെ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ സന്തുഷ്ടനായി ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. Then I asked this question. അപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചു, If you being evil never give a command to your children that they cannot obey, you think your heavenly Father will give such a command? ദോഷിയായിരിക്കുന്ന നീ നിന്റെ മക്കൾക്ക് അനുസരിക്കാൻ കഴിയാത്ത കൽപ്പന കൊടുക്കുമോ? എങ്കിൽ നല്ലവനായ ദൈവം നിനക്ക് സാധ്യമല്ലാത്തൊരു കൽപ്പന തരുമോ എന്ന് എന്നോട് തന്നെ ചോദിച്ചു. When you look at God's word, നീ ദൈവത്തിന്റെ വചനത്തിലേക്ക് and it നോക്കുമ്പോൾ says rejoice in the Lord always, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി എന്ന് പറയുമ്പോൾ what do? നീ എന്ത് ചെയ്യണം? Ignore it? അതിനെ ത്യജിച്ചു കളയുകയാണോ? That is a tremendous insult to God. അത് ദൈവത്തെ അപമാനിക്കുന്നതിന് ഒരു തുല്യമായ ഒരു കാര്യമാണ്. God, you can say it, but I don't care. I'm not going to obey that. ദൈവം അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിനെ നിരസിക്കുന്നു, ത്യജിച്ചു കളയുന്നു. It's like spitting in his face. അവന്റെ മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണത്. I don't care what you say. നീ പറഞ്ഞത് എന്താണെന്ന് ഞാൻ കാര്യമായി എടുക്കുന്നില്ല. Or I say to him, അല്ലെങ്കിൽ ഞാൻ അവനോട് God, you're a liar. ദൈവമേ, നീ ഒരു വ്യാജം സംസാരിക്കുന്ന വ്യക്തി. How can you ask me to rejoice in the Lord always? Don't you know the world we live in? ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തെ കുറിച്ച് നിനക്കറിയത്തില്ലേ? എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ ഞാൻ സന്തോഷിക്കണമെന്നാണ് നീ Is പറയുന്നത്? that a mistake, by the way, that Paul wrote? ഇതേ കാര്യത്തിലാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. Is it a mistake? ഇതൊരു തെറ്റ് സംഭവിച്ചതാണ്. No, he says again, I say, rejoice. തെറ്റ് സംഭവിച്ചതല്ല എന്ന് പറയാൻ വേണ്ടിയാണ് വീണ്ടും അവൻ പറഞ്ഞത്. വീണ്ടും ഞാൻ പറയുന്നു, സന്തോഷിപ്പീൻ. And by the way, do you know where Paul was when he wrote this letter? ഈ എഴുത്തെഴുതുമ്പോൾ പൗലോസ് എവിടെയായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? That you can read in Philippians 1 in verse 13 that he was in a prison. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ് എഴുതുന്നത്. Those days prisons were not like today's prisons where you have beds and rooms and fan and all that. അന്നത്തെ കാരാഗ്രഹങ്ങൾ ഇന്നത്തെ പോലെയുള്ള കട്ടിലുകളും ഫാനും AC-യും ഉള്ള ഒരു കാരാഗ്രഹം അല്ലായിരുന്നു. It was a dungeon. It was like a cave in the ground. അത് ഗുഹ പോലെ, ഒരു ഗഹ്വരം പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു. No proper toilet. അവിടെ വിസർജനത്തിനുള്ള സൗകര്യങ്ങളില്ലാത്ത സ്ഥലം. Rats and mosquitoes and everything going around. എലികളും കൊതുകുകളും ഒക്കെയുള്ള ഒരു സ്ഥലം. And he's tied to a Roman soldier. അത് അവനൊരു റോമൻ പടയാളിയോട് ബന്ധിക്കപ്പെട്ടു. Or chained to the wall like Peter was. അല്ലെങ്കിൽ പത്രോസിനെ പോലെ കാല് അവനെ ആ മതിലിനോട് ബന്ധിച്ചിരുന്നു. And with all these difficulties, and not knowing when his head will be cut off, എന്നവന്റെ ശിരച്ഛേദനം നടക്കുമെന്ന് അറിയാതിരിക്കുന്ന അവസ്ഥയിൽ what does he say? അവൻ എന്താണ് പറയുന്നത്? Rejoice in the Lord always. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കുക. Do you think he was writing something he was not doing himself? അവന്റെ ജീവിതത്തിലെ സത്യമായിട്ടില്ലാത്തൊരു കാര്യം വെറുതെ എഴുതുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? Do you think the Holy Spirit will inspire the Apostle Paul to write something which is impossible? കാരാഗ്രഹത്തിൽ കിടക്കുന്ന അപ്പോസ്തലനായ പൗലോസിന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് ഉത്തേജനം നൽകിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? Do you think the Apostle Paul would have the courage to write something which he himself was not doing in that prison? ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവന്റെ ജീവിതത്തിലെ സത്യമല്ലാത്തൊരു കാര്യം എഴുതാനായിട്ട് പരിശുദ്ധാത്മാവ് പൗലോസിനെ കൊണ്ട് അനുവദിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? I'm sure he was rejoicing always. ഞാൻ 100% വിശ്വസിക്കുന്നു അവൻ സന്തോഷത്തിൽ തന്നെയായിരുന്നു. None of you
have circumstances as bad as he was having when he wrote that. ഈ കാര്യം എഴുതിയപ്പോൾ പൗലോസ് അനുഭവിച്ചിരുന്ന അവസ്ഥ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. How did he have it? എന്തുകൊണ്ടാണ് അവന് ഈ ധൈര്യം ഉണ്ടായത്? Because he had faith അവന് വിശ്വാസമുണ്ടായി. in the kingdom of God. ദൈവത്തിന്റെ രാജ്യത്തിന്റെ ആധിപത്യത്തിൽ അവന് വിശ്വാസം. Why is this verse not found in the Old Testament? എന്തുകൊണ്ടാണ് ഈ വാക്യം പഴയ നിയമത്തിൽ കാണാൻ സാധിക്കാത്തത്? The Old Testament, there are many other commands like kill the giants in Canaan and things like that. കനാന്യ മല്ലന്മാരെ കൊല്ലുക, അങ്ങനെയുള്ള Don't commit adultery, don't murder. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത് എന്നുള്ള Pay കാര്യം. your tithe and keep the Sabbath. നിന്റെ ദശാംശം നൽകുക, ശാബത്തിനെ വിശുദ്ധമായി All ആചരിക്കുക. those commands were possible to be kept അവിടെ ചെയ്യാൻ സാധ്യമായിട്ടുള്ള കൽപ്പനകൾ തന്നെയായിരുന്നു അവിടെയും പറഞ്ഞത്. because you could keep every command in the Old Testament without the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ പഴയ നിയമ കൽപ്പനകൾ നിങ്ങൾക്ക് അനുഷ്ഠിക്കുക സാധ്യമായിരുന്നു. You can look through the Old Testament. God never gave a command that is not possible to be obeyed. അസംഭവ്യമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു കൽപ്പന പോലും പഴയ നിയമത്തിൽ ദൈവം നൽകിയിട്ടില്ല. That's why this command is not in the Old Testament, because God knows nobody could obey it in the Old Testament. പഴയ നിയമത്തിൽ ആർക്കും ഇത് ചെയ്യുവാൻ സാധ്യമില്ലെന്ന് ദൈവം അറിഞ്ഞതുകൊണ്ടാണ് ഈ കൽപ്പന പഴയ നിയമത്തിൽ നൽകാതിരുന്നത്. Now let me tell you something. എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ ഇപ്പോൾ പറയട്ടെ. When you don't obey this command, നിങ്ങൾ ഈ വചനത്തെ കൽപ്പന അനുസരിക്കാതിരിക്കുമ്പോൾ you are living like an Old Testament Israelite and not like a New Testament Christian. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയായിട്ടല്ല നിങ്ങൾ ജീവിക്കുന്നത്, ഒരു പഴയ നിയമ ഇസ്രായേലിനായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. And I tell you, 99% of believers I've met are living like Old Testament Israelites when it comes to this verse. ഈ വചനത്തോട് ബന്ധപ്പെടുത്തി ഞാൻ പറയട്ടെ, 99% വിശ്വാസികളും പഴയ നിയമ ഇസ്രായേലിയരായിട്ടാണ് ജീവിക്കുന്നത്. This is the way of life. ഇത് ജീവന്റെ മാർഗമാണ്. Then you say, Brother Zach, how is it there are so few people who can testify to this? അപ്പോൾ നിങ്ങൾ പറയും, സഹോദരൻ സാഖ്യ, എന്തുകൊണ്ടാണ് വളരെ വിരളമായിട്ട് ആൾക്കാർക്ക് ഇത് സാക്ഷിപ്പാനായിട്ട് സാധിക്കുന്നുള്ളല്ലോ? Because Jesus said the way to life is narrow and very few people find it. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ജീവങ്കിലേക്കുള്ള മാർഗം ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കവുമാണ്. This is the way to life. ഇതാണ് ജീവനിലേക്കുള്ള മാർഗം. Very few people find it. വളരെ ചുരുക്കം ആൾക്കാരെ ഇത് കണ്ടെത്തുകയുള്ളൂ. I myself never found it for many years. അങ്ങനെയുള്ളവരെ ഞാൻ വളരെ വർഷങ്ങൾ കൊണ്ട് I myself never found it. ഞാൻ തന്നെയും വളരെ വർഷങ്ങൾക്ക് കൊണ്ട് ശേഷമാണ് അത് കണ്ടെത്തിയത്. I'll tell you why. എന്തുകൊണ്ടെന്ന് ഞാൻ Because I did not have a passionate desire for it. അത് പ്രാപിപ്പാനായിട്ടുള്ള ഉത്കടമായ ഒരു വാഞ്ച എന്റെ ഹൃദയത്തിൽ And I did not have faith that it will happen. അതുപോലെ തന്നെ അത് എന്റെ ജീവിതത്തിൽ സത്യമായി തീരുമെന്നുള്ള ഒരു വിശ്വാസവും എനിക്കില്ലായിരുന്നു. There are many things which I don't have faith for. എനിക്ക് വിശ്വാസമില്ലാത്ത പല കാര്യങ്ങളുണ്ട്. Because I don't find it in Scripture. അത് ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ കാണാത്തത് കൊണ്ട്. I remember once in one of our churches, one brother invited me to his house. ഞങ്ങളുടെ ഒരു സഭയിലെ ഒരു സഹോദരന്റെ ഭവനത്തിലേക്ക് അവൻ എന്നെ വിളിച്ചു. And he had a 16-year-old daughter അവന് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, who മകളുണ്ടായിരുന്നു. was mentally, physically retarded from birth. ജന്മന അവളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അസുഖമുള്ള ഒരു കുട്ടിയായിരുന്നു. Couldn't eat, couldn't walk, couldn't do anything. ഒന്നും ചെയ്യുവാൻ കഴിയാത്ത, ഭക്ഷണം കഴിക്കാനോ നടക്കുവാനോ സംസാരിക്കാനോ കഴിയാത്ത. Parents had to do everything to them for that child for 16 years. കഴിഞ്ഞ 16 വർഷക്കാലമായിട്ട് അവരുടെ മാതാപിതാക്കൾക്ക് ആ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. Curled up in the bed. എപ്പോഴും ആ കട്ടിലിൽ ചുരുണ്ട് കൂടി കിടക്കുന്ന ഒരു അവസ്ഥ. And this brother asked me, can you please pray for this child? ആ സഹോദരനോട് ചോദിച്ചു, സഹോദര, ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? Of course he wanted the child to be healed. കാരണം ആ കുട്ടിക്ക് സൗഖ്യം വരാനായിട്ട് അവൻ ആഗ്രഹിച്ചു. I did not try to fool him. ഞാൻ അവനെ കബളിപ്പിക്കാൻ ശ്രമിച്ചില്ല. I did not try to act like a big prophet and say in the name of Jesus be healed or any such thing. ഞാനൊരു വലിയ പ്രവാചകനെ പോലെ അഭിനയിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്നും പ്രാർത്ഥിച്ചില്ല. I am sure many people have frustrated him by pretending to be great healers. വലിയ സൗഖ്യദായകരാണെന്നുള്ള അഭിനയത്തിലെ പല ആൾക്കാരും നിങ്ങളെ കബളിപ്പിക്കാറുണ്ട്, വിശ്വാസികളെ കബളിപ്പിക്കാറുണ്ട്. So I told him. ഞാൻ അവനോട് പറഞ്ഞു, I said, brother, if Jesus was here, you'd have healed her like that. ഞാൻ പറഞ്ഞു, സഹോദര, യേശുക്രിസ്തു ഇന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവളെ സൗഖ്യമാക്കിയിരുന്നേനെ. But I want to tell you, I don't have that faith. ഞാൻ പറഞ്ഞു, സഹോദര, എനിക്ക് അപ്രകാരമുള്ള വിശ്വാസമില്ല. I don't have that gift. അതിനുള്ളൊരു വരവും എനിക്കില്ല. So I don't want to pretend that I'm going to pray and she's going to be healed, who's been sick for 16 years. 16 വർഷക്കാലമായിട്ട് അസുഖത്തിലായിരിക്കുന്ന ഒരു വ്യക്തി സൗഖ്യമാകുമെന്ന് പ്രാർത്ഥിച്ച് അവരെ സൗഖ്യമാക്കാനുള്ളൊരു അഭിനയം എനിക്കില്ല.
But I'm sure this child will go to heaven. I have no doubt about it. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ഈ കുഞ്ഞ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ളത്. Because he's never done any conscious sin. കാരണം അത് ബോധപൂർവമായിട്ടുള്ള ഒരു പാപവും അത് ചെയ്തിട്ടില്ല. And by the blood of Jesus, he'll be justified and he'll be in the kingdom of God. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും. But I said, both of you parents, you better make sure you meet her in the kingdom of God. നിങ്ങൾ മാതാപിതാക്കൾ, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ സ്വർഗരാജ്യത്തിൽ ഈ കുഞ്ഞിന്റെ കൂടെ നിങ്ങൾ അവളെ കാണുമെന്നുള്ള ഉറപ്പാണ്. And I said, I'll tell you another thing. വേറൊരു കാര്യം കൂടി ഞാൻ, This child will rejoice more in the legs and hands she gets in the kingdom of God than you and I. നിങ്ങൾ എനിക്കും നിനക്കും കിട്ടുന്നതിനേക്കാൾ സന്തോഷവും ആഹ്ലാദവും സ്വർഗരാജ്യത്തിൽ ഈ പൈതൽ ലഭിക്കാൻ പോകുന്നത് ഞാൻ അവരോട്. When she's got a healthy body. അവന് ആരോഗ്യമുള്ള ഒരു ശരീരം So ലഭിക്കുമ്പോൾ. I said, I don't have faith for that. എനിക്ക് ആ കാര്യത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. I have faith for something God has written here in the Word. എന്നാൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഈ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. That I can rejoice always. കർത്താവിൽ എനിക്ക് എപ്പോഴും സന്തോഷിപ്പാൻ കഴിയും. What are you trying to have faith for? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇന്നിപ്പോൾ വിശ്വാസം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? I didn't have any promise in Scripture that if some 16-year-old child is born deformed, that I would have faith to heal it. ജന്മനാ വൈകല്യങ്ങളോട് ജനിച്ച ഒരു 16 വർഷക്കാലമായി ജീവിച്ചൊരു കുഞ്ഞിനെ സൗഖ്യമാക്കാനുള്ള വിശ്വാസം എനിക്കില്ല, തിരുവചനത്തിൽ ഞാൻ കണ്ടിട്ടുമില്ല. Here God's word says, rejoice in the Lord always. എന്നാൽ ഇവിടെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീനെന്ന്. I want to ask you, is it possible that you have missed something important in the Christian life? നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഗൗരവമേറിയ കാര്യങ്ങൾ നിങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. Not only you, many other believers like you. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ പോലുള്ള ധാരാളം വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. But I don't blame you. എന്നാൽ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. I blame your teachers. ഞാൻ നിങ്ങളുടെ വചനം പഠിപ്പിക്കുന്നവരെയാണ്. In a school, നിങ്ങളുടെ in any school, ഏത് സ്കൂളിലാണ്, if all the students are getting 1% and 2% in mathematics in the class, എല്ലാ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും 1%, 2%ആണ് ഗണിതശാസ്ത്രത്തിൽ മാർക്ക് ലഭിക്കുന്നതെങ്കിൽ, will you say all the children are stupid? എല്ലാ കുഞ്ഞുങ്ങളും ബുദ്ധിയില്ലാത്തവരാണ് നിങ്ങൾ പറയും? No, I will say I think the problem is with the teacher. ഞാൻ പറയും അത് ആ അധ്യാപകന്റെ കുഴപ്പമാണ്. How can all the children get 2% in mathematics? എങ്ങനെയാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും കണക്കില് 2% ലഭിക്കുന്നത്? The teacher is definitely a bad teacher. ആ അധ്യാപകൻ മോശമായ ഒരു അധ്യാപകനാണ്. ഞാൻ Don't blame the children. കുഞ്ഞുങ്ങളെ മാത്രം Put them all with another good teacher and some of those children will get 100%. നല്ല ഒരു അധ്യാപകന്റെ അടുക്കലേക്ക് ആ കുഞ്ഞുങ്ങളെ അയക്കുക, അവരിൽ ചിലർക്ക് 100% മാർക്ക് ലഭിക്കും. That's how I see a lot of Christians. അങ്ങനെയാണ് ഞാൻ പല ക്രിസ്ത്യാനികളെ Their കണ്ടിട്ടുള്ളത്. teachers have been bad. അവരുടെ അധ്യാപകർ മോശപ്പെട്ടവരാണ്. They haven't taught them God's word. അവർ ദൈവത്തിന്റെ വചനം അവരെ പഠിപ്പിക്കുന്നില്ല. They haven't taught them to believe what God has said. ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിപ്പാനായിട്ട് അവരെ പഠിപ്പിക്കുന്നില്ല. It may look impossible. അത് അസംഭവ്യമാണെന്ന് തോന്നും. What about telling a 85-year-old man who's got a 75-year-old wife that you're going to have a child when they never had a child all these years? 85 വയസ്സുള്ള ഒരു ഭർത്താവിനോട് 75 വയസ്സുള്ള ഒരു ഭാര്യയുള്ളവനോട് പറയുകയാണ്, നിനക്കിപ്പോൾ കുഞ്ഞ് ലഭിക്കുമെന്ന് പറയുന്നതൊന്ന് ചിന്തിച്ചു നോക്കുക. They've already married 30-40 years, they don't have any children. 30-40 വർഷമായിട്ട് വിവാഹിതരായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ല. And now to tell them you'll have a child. അവരോട് പറയുകയാണ് നിങ്ങൾക്കൊരു കുഞ്ഞു ലഭിക്കും. And not only you'll have a child, but you'll have seed be like the stars in the sky. ഒന്നല്ല, ആകാശത്തിലെ നക്ഷത്രം പോലെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. That is as impossible as this, rejoice in the Lord always. അത് ഇതുപോലെയാണ്, എല്ലായ്പ്പോഴും സന്തോഷിക്കാൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. How did Abraham get it? എന്നാൽ അബ്രഹാം അതിനെ എങ്ങനെ എടുത്തു? And today his seed is like the stars in the sky. എന്നാൽ ഇന്ന് അവന്റെ ആ സന്തതി പരമ്പരകൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ തന്നെയാണ്. How? എങ്ങനെ സാധിച്ചു? He believed the Lord. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. He said, Amen. അവൻ പറഞ്ഞു, ആമേൻ. If you have said it, it'll happen. ദൈവമേ, നീ അത് പറഞ്ഞാൽ അത് സംഭവിക്കും. He had a great longing to have a child. ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു അവന്. But longing is not enough. എന്നാൽ നിങ്ങൾക്ക് ഉത്കടമായ വാഞ്ച ഉണ്ടായത് കൊണ്ട് മാത്രമായില്ല. You may have a great longing to get many things. നിങ്ങൾക്ക് പല കാര്യങ്ങൾ ലഭിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം. But that's not enough. അത് മാത്രം പോരാ. If God has not said that you can have it, you may not get it. നിനക്കത് ലഭിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ലഭിക്കുകയില്ല. But if God has said it, എന്നാൽ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, and you have a great longing to get that life in you, അത് ലഭ്യമാക്കുവാനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉത്കടമായ ഒരു ആഗ്രഹവും and you വാഞ്ചയുണ്ടെങ്കിൽ, say, yes, I believe. നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. See, that great longing plus faith will bring the promise in your life. ആ ഉത്കടമായ ആഗ്രഹവും വിശ്വാസവും കൂടെ ചേർന്ന് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവ്യമാണ്. Longing is not enough. ആഗ്രഹം മാത്രം പോരാ. And faith also is not enough. വിശ്വാസം മാത്രം പോരാ. You can have a dead faith with no longing.
ഒരാഗ്രഹവുമില്ലാത്ത ഒരു താല്പര്യവുമില്ലാത്ത ഒരു വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. When you read a verse like this, ഇങ്ങനെയുള്ളൊരു വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, rejoice in the Lord always. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. There are many commandments. I'm just taking one of them. പല കാര്യങ്ങൾ, പല വാക്യങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം ഞാനിപ്പോൾ എടുക്കുകയാണ്. And if you don't have a longing for it, then of course you'll never get it. നിങ്ങൾക്ക് അതിനായിട്ടൊരു ആഗ്രഹം, വാഞ്ച, താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്കത് You know, ലഭ്യമാകില്ല. some people say anybody can come to Jesus. ചിലർ പറയുന്നുണ്ട് ആർക്കും കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരാൻ. No. ഇല്ല. Jesus said, യേശുക്രിസ്തു John പറഞ്ഞു, 7:37, John 7:37, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ എന്താണ് only those പറഞ്ഞിരിക്കുന്നത്? who are thirsty can come to me. ദാഹിക്കുന്നവർ മാത്രമാണെന്ന് യോഹന്നാന്റെ സുവിശേഷം He didn't say all of you come. 7-ാം വാക്യം. അവൻ പറഞ്ഞില്ല എല്ലാവരും വരികാനല്ല പറഞ്ഞു. He said, if someone is thirsty, come to me. ദാഹിക്കുന്നവരുമേ എന്റെ അടുക്കൽ വരുവാനാണ് If പറയുന്നത്. you are not thirsty, നിനക്ക് ദാഹമില്ല എങ്കിൽ don't come. എന്റെ അടുക്കൽ You are വരണ്ട. not invited. ഞാൻ നിന്നെ ക്ഷണിക്കുന്നുമില്ല. Who is Jesus inviting? ആരെയാണ് യേശുക്രിസ്തു Those who are ക്ഷണിക്കുന്നത്? thirsty. ദാഹിക്കുന്ന ഏവരുമേ. Lord, I want a life where I can rejoice always. കർത്താവേ, എനിക്ക് എല്ലായ്പ്പോഴും വിശ്വാസത്തോടെ എല്ലായ്പ്പോഴും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ജീവിതത്തിനായിട്ട് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു, ദാഹിക്കുന്നു. Not rejoice in my circumstances. എന്റെ ആ സാഹചര്യങ്ങളിൽ സന്തോഷിക്കാനല്ല. Philippians 4:4 says, rejoice in the Lord. ഫിലിപ്പിയ ലേഖനം 4:4 പറഞ്ഞത് ആ സാഹചര്യങ്ങൾ വിശ്വസിക്കാന്നല്ല, കർത്താവിൽ സന്തോഷിപ്പിന്നാണ്. Paul could not rejoice in all the rats and cockroaches crawling around him, അവന്റെ ചുറ്റും നടക്കുന്ന ആ എലികളും പാറ്റകളുടെ ഇടയിൽ അവന് സന്തോഷിക്കാൻ or the സാധ്യമായിരുന്നില്ല. chains in his hand. അല്ലെങ്കിൽ അവന്റെ കൈയിൽ ബന്ധനസ്ഥനായിരിക്കുന്ന ആ കരമോർത്തവന് But he could rejoice in the Lord whatever his circumstances may be. അവന്റെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അവന് കർത്താവിൽ സന്തോഷിക്കാൻ സാധ്യമായിരുന്നു. So it's joy in the Lord. അത് കർത്താവിലുള്ള Even സന്തോഷം. if our circumstances don't change, നിന്റെ സാഹചര്യങ്ങൾ മാറുന്നില്ല എങ്കിൽ കൂടി, even if you have the most difficult wife in the world, ലോകത്തിലേക്ക് ഏറ്റവും ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭാര്യയാണ് നിനക്കുണ്ടെങ്കിൽ or കൂടി, the most difficult husband in the world, അല്ലെങ്കിൽ ഏറ്റവും ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭർത്താവാണ് നിന്റെ do you know that God's power can make you have a life so full of joy that you'll never be gloomy? നീ ഒരിക്കൽ പോലും വിഷാദമഗ്നായി ഇരിക്കാതിരിക്കാനായിട്ട് നിന്നെ സന്തുഷ്ട ഹൃദയമുള്ളവനാക്കി തീർക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവമെന്ന് അവൻ വിശ്വസിച്ചു. Many people say, oh, Brother Zach, you are preaching some impossible standard. വലിയ ഉയർന്ന സംഭവ്യമല്ലാത്ത ഒരു നിലവാരമാണ് സഹോദരൻ സായക്കെ നീ പ്രസംഗിക്കുന്നതിനോട് പലരും That's പറയാറുണ്ട്. because you don't believe what God has written. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നീ വിശ്വസിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. I'll give you an example. ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് നൽകാം. When the children of Israel came to the borders of the promised land in Numbers chapter 13, സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തിന്റെ അതിർത്തിയിൽ വന്നു നിൽക്കുന്ന and സമയം God said, go and take this land, it's yours. ദൈവം പറയുന്നു, ഈ ദേശം കൈവശമാക്കിക്കൊള്ളുക, പോയി കൈവശമാക്കുക. It's something like God saying, take this land, rejoice in the Lord always, that's your land, take it. നിന്റെ ദേശമാണ്, ഇതിനെ കൈവശമാക്കുക, സന്തോഷിക്കുക, എല്ലായ്പ്പോഴും സന്തോഷിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ. And you know what the Israelites said? ഇസ്രായേൽ എന്ത് ചെയ്യുന്നു നിങ്ങൾക്കറിയുമോ? Oh, these giants are so big, ഈ മല്ലന്മാർ, അനാക്യ മല്ലന്മാർ, it is impossible to do this. ഇവരെ കീഴ്പ്പെടുത്താൻ ഞങ്ങൾക്ക് This is some സാധ്യമല്ല. impossible command God is giving us. ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ കൽപ്പന സാധ്യമല്ല, സംഭവിക്കില്ല, We can never do it. നമ്മൾക്ക് ഒരിക്കലും അത് ചെയ്യുവാൻ സാധ്യമല്ല എന്ന് അവർ പറഞ്ഞു. And you know what God said? ദൈവം എന്താണ് പറയുന്നത് അറിയുമോ? You fellows will not get it. നിങ്ങൾക്കത് ലഭ്യമാകയില്ല, കൈവശമാക്കാൻ But there were സാധിക്കില്ല. 2 people among your 600,000, എന്നാൽ ഈ 6 ലക്ഷം പേരില് 2 വ്യക്തികൾ വിശ്വസിച്ചു, Joshua and Caleb. യോശുവയും കാലേബും. They said we can get it. അവര് പറഞ്ഞു നമുക്കിത് സാധിക്കും. And you read in the book of Joshua, those are the only 2 people who got into the land. യോശുവയുടെ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കറിയാൻ ആ 2 വ്യക്തികൾ മാത്രമാണ് കനാൻ ദേശത്തിലേക്ക് കടന്നുപോയത്. So out of 600,000 Israelites who were redeemed by the blood of the Lamb, how many got into the land? കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട 6 ലക്ഷം ഇസ്രായേലിൽ എത്ര പേരാണ് കനാൻ ദേശത്തെ കൈവശമാക്കിയത്? 2. 2 പേർ. Out of 600,000 believers who are redeemed by the blood of Christ, how many people will come into this life? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളായിരിക്കുന്നവരിൽ എത്ര പേർ ഈ ജീവനിലേക്ക് Out of കടന്നു വരും? 600,000, 6 ലക്ഷത്തിൽ പരം വിശ്വാസികളിൽ maybe 2. ചിലപ്പോൾ 2 പേർ മാത്രം. The same thing today. ഇന്നും അത് തന്നെയാണ് ആ ശതമാനം. The way to life is narrow and very few people find it. ജീവനിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കമുള്ളത് കണ്ടെത്തുന്നവർ ചുരുക്കവുമാണ്. One of the things I read in the Bible is ആ that the people who find the way of life are very, very few. ജീവനിലേക്കുള്ള വഴി കണ്ടെത്തുന്നവർ വളരെ വളരെ ചുരുക്കമാണെന്നാണ് ഞാൻ How many കണ്ടെത്തുന്നത്. people were saved in Noah's day? നോഹയുടെ കാലത്ത് എത്ര പേരാണ് രക്ഷപ്പെട്ടത്? 8. വെറും 8 പേർ മാത്രം. Out of, I don't know how many million people or whatever they were on the earth.
ആ ഒന്ന് ഭൂതലത്തിൽ എത്ര മില്യൺ ആൾക്കാരുണ്ടായിരുന്നു എനിക്കറിയില്ല. But only 8 people were saved. എന്നാൽ 8 പേർ മാത്രം ജീവനോടെ ശേഷിച്ചു. How many people entered Canaan? കനാൻ ദേശത്തെ എത്ര പേർ കടന്നു ചെന്നു? 2. 2 പേർ. When Gideon had an army of 32,000 people to fight the Midianites, മിദ്യാനരോട് യുദ്ധം ചെയ്യുവാനായിട്ട് ഗിദെയോന്റെ പക്കൽ 32,000 പേരുണ്ടായിരുന്നപ്പോൾ how many people did God used to win the battle? ആ യുദ്ധം ജയിപ്പാനായിട്ട് എത്ര പേരെയാണ് ദൈവം ഉപയോഗിച്ചത്? 300. വെറും 300 പേർ മാത്രം. All the other 31,700 people went away. ആ 31,700 പേരും മടങ്ങി ഭവനത്തിലേക്ക് പോയി. Always you see in scripture, തിരുവചനം നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ it's a few who have faith that വിശ്വാസം God will do what He has promised. ചുരുക്കം പേരിലൂടെ മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം And it's നിവർത്തിക്കൂ. exactly the same today. ഇന്നും ആ കാര്യത്തിന് മാറ്റമില്ല. You can have hundreds of thousands of believers praising the Lord and shouting praises, hallelujah, but only 2 or 3 of them really believe such a life is possible. നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ ജീവന്റെ മാർഗം കണ്ടെത്തുന്നവർ 1-2 പേർ മാത്രമേ ആയിരിക്കും അതിൽ. Is this important, this joy? ഈ സന്തോഷം എന്നുള്ളത് ഒരു ഗൗരവപൂർണമായ ഒരു കാര്യമാണോ? Let me show you a verse in Romans 14 and verse 17. റോമാലേഖനം 14:17 വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. റോമർ 14:17. The kingdom of God is not eating and drinking, but righteousness and peace and joy in the Holy Spirit. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. Do you want to be a part of the kingdom of God? ദൈവത്തിന്റെ രാജ്യത്തിൽ പങ്കാളികളാകാൻ നിങ്ങൾ ആഗ്രഹമുണ്ടോ? All of us say yes. നമ്മളെല്ലാവരും പറയും അതെ, ആഗ്രഹമുണ്ട്, But താല്പര്യമുണ്ട്. the kingdom of God is not eating and drinking. എന്നാൽ ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. This kingdom of God is not building big houses and having expensive cars. അത് ഈ വലിയ വീടുകൾ പണിയുന്നതോ വില കൂടിയ കാറുകൾ നടക്കുന്നതോ അല്ല. No, the kingdom of God is none of these earthly things. ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെയല്ല The ദൈവരാജ്യം. kingdom of God is not getting a big job and a good salary. വലിയ ജോലി ലഭിക്കുന്നതോ ഉന്നതമായ ശമ്പളം ലഭിക്കുന്നതോ അല്ല. Those are extra things God just throws in. അത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ആ ചില എക്സ്ട്രാ കാര്യങ്ങൾ മാത്രമാണ്. Those are not the main things. അത് ഗൗരവമേറിയ പ്രാധാന്യമേറിയ Jesus said കാര്യമല്ല. if you seek the kingdom of God, some of these other things get thrown into you freely. യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ഇതാണ്, ഈ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ്. You know, like sometimes in India, you go to buy a bottle of Nescafe from the shop. നിങ്ങൾ ഇന്ത്യയിലെ ഒരു നെസ്കഫെ കാപ്പിപ്പൊടി മേടിക്കാനായിട്ട് പോകുന്ന ചിന്തിക്കുക. And the shopkeeper says, if you buy it, there's a free mug also being given. അവിടെ പറയുന്നുണ്ട് ഈ കാപ്പിപ്പൊടി വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഒരു മഗ് നൽകുന്നു. So you pay 150 rupees and do what? 150 രൂപ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് What do you get? നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? Suppose you take the mug and come home. നിങ്ങൾ പോയി അവിടെ മഗ് മാത്രം വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. What a nice mug. ഓ, എത്ര മനോഹരമായ കപ്പാണിത്, മഗ്ഗാണെന്ന് നിങ്ങൾ I പറയുമോ? say, brother, that was only thrown in. The Nescafe is the main thing you should have got. സഹോദരൻ, അതിനെ എറിഞ്ഞു കളയുക. നിങ്ങൾക്ക് നെസ്കഫെ കാപ്പിപ്പൊടിയാണ് പ്രാധാന്യമുള്ള കാര്യം, മഗ് ഫ്രീ ആയിട്ടുള്ളതാണ്. That is if a man came like that after paying 150 rupees the mug, you'd think he's off his head. 150 രൂപ കൊടുത്തതിന് ശേഷം ഈ മഗ് മാത്രമായിട്ട് കടന്നു പോകുന്ന ആളെ നോക്കി നിങ്ങൾ പറയാം That is തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. exactly how I feel with many believers. പല വിശ്വാസികളെയും കാണുമ്പോൾ ഞാൻ ഇപ്രകാരമാണ് ചിന്തിക്കുന്നത്. Health and wealth are only like the mug. God throws it in. ആരോഗ്യവും പണവും ധനസമൃദ്ധിയും ദൈവം And കവറ്റുകുട്ടയിൽ എറിഞ്ഞു. if that is what you're seeking and that's what you're getting, നിങ്ങൾ അന്വേഷിക്കുന്നതും നിങ്ങൾക്ക് ലഭിക്കുന്നതും അത് മാത്രമാണെങ്കിൽ you're like that foolish person who came home with the extra mug that they are giving. ഫ്രീ ആയിട്ട് കൊടുത്ത മഗ് വാങ്ങി ഭവനത്തിൽ മടങ്ങി വന്ന ആ വിഡ്ഢിയായ മനുഷ്യനെ പോലെയാണ് നിങ്ങൾ. Seek the kingdom of God, this bonus is thrown in. ദൈവത്തിന്റെ രാജ്യം അന്വേഷിപ്പീൻ, ബാക്കി കാര്യങ്ങൾ വന്നോളും. All your earthly needs. ഈ ഭൂമിയിൽ ജീവിക്കേണ്ട എല്ലാ കാര്യങ്ങളും. But what should we be seeking? എന്നാൽ നിങ്ങൾ അന്വേഷിക്കേണ്ട The കാര്യം kingdom of God. ദൈവത്തിന്റെ What is the രാജ്യം. kingdom of God? ദൈവത്തിന്റെ രാജ്യം മാത്രം. Let me tell you. ഞാൻ നിങ്ങളോട് പറയട്ടെ. Verse 17 here. 17 വാക്യത്തിലൂടെ പറയും. 14:17. റോമാലേഖനം 14:17. ദൈവരാജ്യം It is righteousness through the power of the Holy Spirit. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. First of all, righteousness. നീതി ആദ്യമായി. Not the righteousness of the Old Testament. പഴയ നിയമത്തിലെ നീതിയല്ല. That was only external. അത് ബാഹ്യമായിട്ടുള്ള പ്രവൃത്തി മാത്രമാണ്. That is the mark of Old Testament righteousness is only on the outside. ആ പഴയ നിയമത്തിലെ നീതിയുടെ മുഖമുദ്ര എന്തെന്നാൽ അത് പുറമേയുള്ളത് മാത്രമാണ്. And if you have a holiness which is only on the outside, you are like an Old Testament Israelite. നിങ്ങളുടെ വിശുദ്ധി പുറമേയുള്ളത് മാത്രമാണെങ്കിൽ നിങ്ങൾ ഒരു പഴയ നിയമ ഇസ്രായേലിനെ പോലെയാണ്.
You don't commit adultery. നിങ്ങൾ വ്യഭിചാരം ചെയ്യുന്നില്ല. Good, that's a good Israelite. നല്ല കാര്യം, നല്ല ഒരു ഇസ്രായേലിയൻ. But the Israelites lusted after women in their minds. എന്നാൽ ഇസ്രായേലിയർ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ സ്ത്രീകളെ മോഹിക്കുന്നവരായിരുന്നു. And I'm sure if they had computers in the Old Testament, എനിക്കറിയാം അന്ന് കമ്പ്യൂട്ടേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. if there were, അന്ന് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ all the Israelites will be watching internet pornography. എല്ലാ ഇസ്രായേലിലും അശ്ലീല സൈറ്റുകളിൽ പോകുന്നവരായിരുന്നു. Because that is not forbidden in the Old Testament. കാരണം അത് പഴയ നിയമത്തിൽ വിലക്കപ്പെട്ട ഒരു കാര്യമായിരുന്നില്ല. They are not committing adultery. കാരണം അവർ വ്യഭിചാരം ചെയ്യുന്നില്ലല്ലോ. They are only watching pornography. അവര് അശ്ലീല ചിത്രങ്ങൾ കമ്പ്യൂട്ടറിൽ കാണുന്നില്ലേ ഉള്ളൂ. That is external righteousness. അത് പുറമേയുള്ള നീതി മാത്രം. Do you know the number of so-called believers who watch internet pornography today? ഇന്ന് അശ്ലീല സൈറ്റുകളിൽ പോയി ആ ചിത്രങ്ങൾ ആസ്വദിക്കുന്ന വിശ്വാസികൾ എത്ര പേരെന്ന് വിശ്വാസികൾ എന്ന് പറയുന്നത് എത്രയോ പേരുണ്ടെന്ന് അറിയുമോ? Some of you sitting here. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൽ ചിലരും ഉണ്ടായിരിക്കും. Some pastors. ചില പാസ്റ്റേഴ്സ് അങ്ങനെയുള്ളവരുണ്ട്. Youth leaders. ചില യുവജന ലീഡേഴ്സ്. They are Old Testament Israelites, not New Testament believers. അവർ പുതിയ നിയമ വിശ്വാസികളല്ല, പഴയ നിയമ ഇസ്രായേലിയരാണ്. This is righteousness in the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിലുള്ള നീതിയാണ്. If a person doesn't have that, he doesn't have the kingdom of God. അതില്ലാത്ത വ്യക്തിക്ക് ദൈവത്തിന്റെ രാജ്യവുമില്ല. See Romans chapter 8, it tells us what this righteousness is. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. It says here in verse 3, Romans 8:3, what the law could not do, God did. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ God did it. ദൈവം ചെയ്തു. There was something the law could not do. ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ സാധിപ്പാൻ കഴിയാത്തൊരു കാര്യമാണ് യേശുക്രിസ്തു ഇവിടെ ചെയ്തത്. What is the law could not do? ന്യായപ്രമാണത്തിന് ചെയ്യാൻ It കഴിയാഞ്ഞത് could not give me an inward righteousness. എന്റെ ഉള്ളില് ഉള്ള ഒരു നീതി നൽകുവാൻ It could keep me from adultery on the outside, but it could not keep me from adultery in my mind. പുറമേയുള്ള വ്യഭിചാരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുക ന്യായപ്രമാണത്തിന് സാധ്യമാണെന്നാൽ എന്റെ ഉള്ളിൽ ഉള്ള വ്യഭിചാരത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രമാക്കാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. Old Testament law could keep me from killing my wife, but it could not stop me from getting angry with my wife. പഴയ നിയമ ന്യായപ്രമാണത്തിന് എന്റെ ഭാര്യയെ കത്തികൊണ്ട് കുത്തി കൊല്ലുന്നതിൽ നിന്നും എന്നെ രക്ഷിക്കാൻ സാധിക്കും, എന്നാൽ അവളോട് കോപിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ സാധിച്ചില്ല. If you say I don't kill my wife, നീ പറയുന്നു ഞാൻ എന്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോൾ, but I get angry with her, എന്നാൽ ഞാൻ അവളോട് കോപിച്ച് സംസാരിക്കുന്നവരാണെങ്കിൽ you are a good Old Testament Israelite. നീ പഴയ നിയമത്തിൽ ജീവിക്കുന്ന ഒരു നല്ല ഇസ്രായേലിയൻ. You may call yourself a tongue speaking believer, but you are deceiving yourself. നീ നിന്നെ കുറിച്ച് തന്നെ പറയും അന്യഭാഷ ഭാഷണത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി എന്ന് നിന്നെ കുറിച്ച് പറയുന്നവനായിരിക്കും. Because എന്നാൽ it says here, this righteous requirement verse of the law, verse 4, is now fulfilled inside us when we walk according to the Holy Spirit. റോമാലേഖനം 8:4 പറയുന്നു, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. Inside us. നമ്മുടെ ഉള്ളിലാണ്. I don't know if it's clear in the Malayalam, and in English it's very clear. മലയാളം ട്രാൻസ്ലേഷൻ അത് അത്ര ക്ലിയർ ആണെന്ന് തോന്നുന്നാൽ ഇംഗ്ലീഷ് തർജ്ജിമ വളരെ വ്യക്തമാണ്. Righteousness that God requires is now fulfilled inside us. ദൈവം ആഗ്രഹിക്കുന്ന നീതിയുടെ ആ നിലവാരം നമ്മുടെ ഉള്ളിലാണ് നിവർത്തിയാകുന്നത്. That is what the law could not do. അതാണ് ന്യായപ്രമാണത്തിൽ. That's what it says in Romans 8:3. The law could not do it, but God did it now. ന്യായപ്രമാണത്തിൽ സാധിക്കാതിരുന്ന കാര്യം യേശുക്രിസ്തുവിന് സാധിച്ചു എന്ന് പറയുന്നത് ഈ കാര്യമാണ്. This is the kingdom of God. ഇതാണ് സ്വർഗ്ഗരാജ്യം. Righteousness in the Holy Spirit. പരിശുദ്ധാത്മാവിലുള്ള നീതി. Different from the righteousness of the law. ന്യായപ്രമാണത്തിലുള്ള നീതിയിൽ നിന്നും തികച്ചും വിഭിന്നമായ നീതി. I hope you realize this. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് You ഞാൻ know, വിശ്വസിക്കുന്നു. Jesus replaced the 10 commandments with the Sermon on the Mount. യേശുക്രിസ്തു 10 കൽപ്പനകളെ ആ മലമേലുള്ള പ്രസംഗത്തിനാൽ മാറ്റി എഴുതപ്പെട്ടു. Exodus 20 is the Old Testament standard. പുറപ്പാട് 20 എന്ന് പറയുന്നത് പഴയ നിയമത്തിന്റെ നിലവാരമാണ്. That is the 10 commandments. 10 കൽപ്പനകൾ. Matthew 5, 6 and 7 is the New Testament standard. മത്തായി 5, 6 പുതിയ നിയമത്തിന്റെ And നിലവാരം. 7. 7, 5, 6, 7 എന്നുള്ളത് പുതിയ നിയമ നിലവാരം. And if you live according to Exodus 20, you are a good Old Testament Israelite. പുറപ്പാട് പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിൽ ജീവിക്കുന്നവനാണ് നിങ്ങൾ ഇന്നുമെങ്കിൽ നിങ്ങൾ ഒരു നല്ല ഇസ്രായേലിനാണ്. A disciple of Jesus lives according to Matthew 5, 6 and 7. യേശുക്രിസ്തുവിന്റെ ശിഷ്യനാണെങ്കിൽ നീ മത്തായിയുടെ സുവിശേഷം 5, 6, 7 നിലവാരത്തിൽ ജീവിക്കുന്നവനായി. What does Matthew 5, 6 and 7 say? എന്താണ് മത്തായി 5, 6, 7 പറയുന്നത്? Don't get angry. കോപിക്കരുത്. Don't lust after a woman. ആ സ്ത്രീകളെ നോക്കി മോഹിക്കരുത്. Never tell a lie.
വ്യാജം പറയരുത്, love your enemies, നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, and many things like that. അങ്ങനെയുള്ള പല കാര്യങ്ങളും. That's not Old Testament. അത് പഴയ നിയമമല്ല. And that is righteousness inside us. അത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നീതിയാണ്. It is impossible to live by that without being filled with the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കൂടാതെ ആ പ്രകാരം ഒരു ജീവിതം അസംഭവ്യമാണ്, അസാധ്യമാണ്. And that is the whole purpose with which God gave us the Holy Spirit. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം നൽകിയതിന്റെ ഏറ്റവും വലിയ താല്പര്യവും ആഗ്രഹവും ഇത് തന്നെയാണ്. Jesus said, when the Spirit of God comes upon you, you will receive power. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്ന്. Power for what? എന്തിനു വേണ്ടിയുള്ള ശക്തി? Power to do what God has commanded. ദൈവം നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കും. God gives a command. ദൈവം ഒരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. And He gives us the power. അത് ചെയ്യുവാനുള്ള ശക്തി നൽകുന്നു. See this expression in Acts of the Apostles chapter 20. അപ്പോസ്തല പ്രവൃത്തികളുടെ 20-ാമത്തെ അധ്യായത്തിൽ ഈ കാര്യം നമുക്ക് കാണാൻ I സാധിക്കും. told you I'll give you a new Bible. ഞാൻ പറഞ്ഞല്ലോ ആദ്യം പ്രാരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയൊരു ബൈബിൾ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന്. Have you seen this in Acts 20 verse 31? അപ്പോസ്തല പ്രവൃത്തികൾ 20-ന്റെ 31 വാക്യത്തിലേക്ക് വരിക. What is God's word called here? ദൈവത്തിന്റെ വചനം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? Acts 20, verse 32. Acts 20 verse 32. പ്രവൃത്തികളുടെ പുസ്തകം 20-ന്റെ 32 God's word is called the word of His grace. ദൈവത്തിന്റെ കൃപയുടെ വചനം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 32-ന്റെ മധ്യഭാഗത്ത്. The word of His grace. ദൈവത്തിന്റെ കൃപയുടെ വചനം. You know that well-known verse in 2 Corinthians 12, my grace is sufficient for you. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്റെ കൃപ നിനക്ക് മതി എന്നുള്ള ആ ദൈവത്തിന്റെ വചനം. That grace is, His word has got that grace in it. ആ കൃപയുടെ ആ കൃപ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. So what it means is എന്താണ് that ഇതുകൊണ്ട് whenever അർത്ഥമാക്കുന്നത്? you read a word of God, ദൈവത്തിന്റെ ഒരു വചനം നിങ്ങൾ വായിക്കുമ്പോൾ you can be sure in that command grace is available to fulfill that command. ആ കൽപ്പന നിവർത്തിക്കുവാനായിട്ടുള്ള കൃപയും അതോടുകൂടെ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കും. That was not like that in the Old Testament. എന്നാൽ പഴയ നിയമത്തിൽ അപ്രകാരമായിരുന്നു. There was no grace in the Old Testament. പഴയ നിയമത്തിൽ ദൈവ കൃപയില്ലായിരുന്നു. Now that is the word of the law. അത് ന്യായപ്രമാണത്തിന്റെ കാലമായിരുന്നു. Now it is the word of grace. ഇപ്പോൾ ഇത് കൃപായുഗമാണ്. A grace that is sufficient for every need. നിന്റെ എല്ലാ ആവശ്യത്തിനും മതിയായ കൃപ ധാരാളമായിട്ട് അത് മതി. Let me tell you what the grace of God can do. ദൈവത്തിന്റെ കൃപയ്ക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു. First of all, let me show you John 1:17. യോഹന്നാന്റെ സുവിശേഷം 1:17 കടന്നു വരിക. The law was given through Moses. ന്യായപ്രമാണം മോശ മുഖാന്തരം നൽകി. There was no law before Moses. മോശയ്ക്ക് മുമ്പ് ന്യായപ്രമാണം ഇല്ലായിരുന്നു. Law came through Moses. ന്യായപ്രമാണം മോശ മുഖാന്തരം. Then grace, it says, came through Jesus Christ. അവിടെ പറയുന്നു കൃപ സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. There was no grace before Jesus Christ. യേശുക്രിസ്തുവിന് മുൻപ് കൃപയില്ലായിരുന്നു. And this truth mentioned here, the truth that sets people free, was also not there before Jesus Christ. പഴയ നിയമത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യനെ സ്വതന്ത്രമാക്കുന്ന സത്യവും യേശുക്രിസ്തുവിന് The മുൻപ് truth that ഇല്ലായിരുന്നു. sets people free from sin was not there in the Old Testament. പാപത്തിൽ നിന്ന് മർത്യനെ സ്വതന്ത്രനാക്കുന്ന ആ ഒരു സത്യം ഇല്ലായിരുന്നു. That came through Jesus Christ. അത് യേശുക്രിസ്തുവിനോട് So കൂടിയാണ് the വന്നത്. law came through Moses, grace came through Jesus Christ. മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു, കൃപ യേശുക്രിസ്തു The മുഖാന്തരം. word of the law could give a man a good external life. ആ ന്യായപ്രമാണത്തിന്റെ വചനത്തിന് ആ ഒരു പുറമേ ഉള്ള ഒരു നീതി നൽകുക The സാധ്യമായി. word of grace can give us a good inward life. എന്നാൽ കൃപയുടെ വചനം നമ്മുടെ അന്തരംഗത്തെ അതിനെ നീതിയുള്ളതാക്കി തീർക്കുന്നു. In my own experience, എന്റെ സ്വന്തം because ജീവിതത്തിൽ nobody taught me these things. എന്നെ ഈ കാര്യങ്ങൾ ആരും പഠിപ്പിച്ചില്ല. I had a poor teacher എന്റെ in the അധ്യാപകർ church I വളരെ- went to. ഞാൻ ആദ്യം പോയിരുന്ന ആ സഭയിലുണ്ടായിരുന്ന എന്റെ So പഠിപ്പിക്കുന്നവർ മോശമായിരുന്നു. I was like those students getting 2% in maths when I could have got 100% if I had got a good teacher. നല്ലൊരു അധ്യാപകൻ ഉണ്ടായിരുന്നെങ്കിൽ 100 മാർക്ക് കിട്ടുമായിരുന്ന ആ വിദ്യാർത്ഥികളെ പോലെ ആ 2% മാർക്ക് മേടിച്ചിരുന്ന വിദ്യാർത്ഥികളെ For പോലെ so many years of my life, 16 years after I was born again, I just lived like an Old Testament Israelite. വീണ്ടും ജന്മം പ്രാപിച്ചതിന് ശേഷം 16 വർഷക്കാലം ഞാൻ ആ നല്ലൊരു ഇസ്രായേലിനായിട്ട് ജീവിച്ചു. The standard of my Christianity was not better than the standard of a God-fearing Israelite in the Old Testament. പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ദൈവഭയമുള്ള ഒരു ഇസ്രായേലിൽ നിന്നും അല്പം പോലും ഉയർന്നൊരു നിലവാരം എനിക്കില്ലായിരുന്നു ആ 16 വർഷക്കാലം. Then what is the difference between me and them?
ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? That means if the law could bring that much for life, standard for life for them, and my standard is like that, then what is the use Jesus bringing grace? ന്യായപ്രമാണത്തിന് ആ ഇസ്രായേലിനെ ആ നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നെങ്കിൽ കൃപ കൊണ്ടുവന്ന യേശുക്രിസ്തുവിന്റെ ആവശ്യം എന്ത്? Have you experienced grace, or you're living like the Old Testament Israelites? നിങ്ങൾ പഴയ നിയമ ഇസ്രായേലിനെ പോലെ ജീവിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കേണ്ട ആവശ്യമുണ്ടോ? What can grace do? കൃപയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? Let me show you one of the most wonderful verses about grace in the whole Bible. ദൈവത്തിന്റെ വചനത്തിലുള്ള കൃപയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. You know 2 Corinthians 12:9, my grace is sufficient for you. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2 കൊരിന്ത്യർ 12:9 വാക്യം എന്റെ That's കൃപ a നിങ്ങൾക്ക് very മതി. well known verse. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. But here is another verse on grace, which is a far superior verse, which many people don't know. പലർക്കും അറിയാൻ സാധിക്കാത്തതും എന്നാൽ അതിൽ നിന്നും വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു കൃപയെക്കുറിച്ചുള്ള വചനം നിങ്ങളെ ഞാൻ കാണിക്കാം. 2 Corinthians chapter 9. 2 കൊരിന്ത്യർ 9 You must remember this verse. നിങ്ങൾ ഈ വാക്യം ഗൗരവത്തോടെ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. There is I don't know how you can translate it in Malayalam. There's an English word called superlatives, which means covering everything. അത് മലയാളത്തിൽ എങ്ങനെയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാൽ പറയാം, ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് ഏറ്റവും covering everything. എല്ലാത്തിനെയും കവർ ചെയ്യുന്നതായിട്ടുള്ള. There are 7 superlatives in verse 8. ഈ 2 കൊരിന്ത്യർ 9 വാക്യത്തിൽ 7 ഏറ്റവും മികച്ച കാര്യം ഒരു വാക്യം ഒറ്റ വാക്യത്തിലാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. First of all, let's read it. നിങ്ങൾക്ക് ആദ്യം വായിക്കാം. God is able to make all grace abound to you, so that always having all sufficiency in everything, you may have an abundance for every good deed. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. Now this is what grace can do. കൃപയ്ക്ക് സാധിക്കുന്ന കാര്യം. Now you see the 7 superlatives. ഈ 7 സൂപ്പർലേറ്റീവ്സ് നിങ്ങൾ. He is not telling you what you can do. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അവൻ പറയുന്നത്. God is able. ദൈവം ശക്തനാകുന്നു to do this. ഈ 7 കാര്യങ്ങൾ ചെയ്യുവാൻ. It's not a question of my ability. അത് എന്റെ കഴിവിലല്ല. My ability is living under the law. എന്റെ കഴിവിൽ ആ ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിക്കാൻ സാധിക്കും. In grace I experience God's ability. എന്നാൽ കൃപയിൽ ഞാൻ ദൈവത്തിന്റെ ശക്തിയാണ് ഞാൻ അനുഭവിക്കുന്നത്. That's the first thing I want to say. ഞാൻ ആദ്യമായിട്ട് അത് പറയട്ടെ. It's like in the old, before electricity was invented. Electricity, കറണ്ട് കണ്ടുപിടിക്കുന്നതിന് മുൻപായിട്ട് you know, these old kings in India used to have slaves who used to turn what they called a panka, a type of fan, to give air for the king. ഇന്ത്യയിലെ ആ പഴയ രാജാക്കന്മാർക്ക് ആ കാറ്റ് നൽകുവാനായിട്ട് പങ്ക ഉപയോഗിക്കുന്ന ആ അടിമകൾ ഉണ്ടായിരുന്നവർ. There was something which behind the curtain one man will keep on pulling so that this thing goes around and around. ആ പങ്ക കറങ്ങുവാനായിട്ട് ഒരു മനുഷ്യൻ പുറകിൽ നിന്ന് എപ്പോഴും വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പങ്ക കറങ്ങുന്ന അവസ്ഥ. Think if you have like a regular fan we have. ഇവിടെ നമുക്ക് സാധാരണ ഫാൻ കറങ്ങുന്നത് പോലെ തന്നെ അത് കറങ്ങുവാൻ. Somebody in the other room is keeping on pulling that string to keep it going round and round to give you some air. നിങ്ങൾക്ക് നല്ല തണുപ്പ് ലഭിക്കാനായിട്ട് ഒരാൾ പുറകിൽ നിന്നുകൊണ്ട് ആ കയറിങ്ങനെ വലിച്ചുകൊണ്ടേ ഇരിക്കണമായിരുന്നു. How long can he do it? ആ വ്യക്തിക്ക് എത്ര നേരം അത് ചെയ്യാൻ സാധിക്കും? That is a perfect picture of life under the law. പഴയ നിയമത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ അങ്ങനെയാണ്. That is a perfect picture of many Christians trying to live a godly life. ഒരു ക്രിസ്തീയ ജീവിതം ദൈവികമായിട്ട് ജീവിതം ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു അവസ്ഥ. You come to some meetings like this for 2 days, for 1 or 2 days you are very excited and you live it. 1-2 ദിവസം ഇതുപോലൊരു മീറ്റിംഗിന് വന്നതിന് ശേഷം നിങ്ങൾ വളരെ ഉത്സാഹത്തിൽ ജീവിക്കുന്നു. For 1 or 2 days. 1-2 ദിവസത്തേക്ക് മാത്രം. Then you get tired like that man turning the fan. ഈ ഫാൻ പങ്കയ്ക്ക് വേണ്ടി വലിക്കുന്ന ആ വ്യക്തി ക്ഷീണിതനാകുന്ന പോലെ നിങ്ങൾ and you give up. നിങ്ങൾ അത് ഉപേക്ഷിക്കുന്നു. But when electricity came, എന്നാൽ വൈദ്യുതി കണ്ടുപിടിച്ചതിന് ശേഷം, that's a beautiful picture of life in the spirit. ആത്മാവിലുള്ള ജീവിതത്തെ ശരിക്കും It പ്രതിപാദിക്കാനായിട്ട്. is not your struggling. നിങ്ങൾക്ക് അവിടെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. It's the Holy Spirit. അത് പരിശുദ്ധാത്മാവാണ് Think of ചെയ്യുന്നത്. that fan going all night. രാവും പകലും ആ 24 hours. 24 മണിക്കൂർ വേണേ. 7 days a week. 7 ദിവസം തുടർമാനമായിട്ട്. Rejoice in the Lord always. എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിക്കും. You try to do it in your own strength, you won't be able to do it for 1 or 2 days. സ്വന്തം കഴിവിൽ ചെയ്യാൻ ശ്രമിച്ചാൽ 1-2 ദിവസം മാത്രമേ So സാധിക്കും. God is able. ദൈവം ശക്തനാണ്. It's very important to understand that first of all. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദൈവം ശക്തൻ. Now you see the 7 superlatives. ഈ 7 സൂപ്പർലേറ്റീവ്സ് നമുക്ക് കാണാം. All grace സകല കൃപയും abound to you. നിങ്ങൾ പെരുകി വരുന്നു. That is another superlative. Always. എല്ലായ്പ്പോഴും. All sufficiency. സകല പൂർണ്ണതും. In everything. എല്ലാറ്റിലും. You have an abundance. നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുന്നു. For every good work. എല്ലാ നല്ല പ്രവൃത്തികളും. Once, there's no verse like this in the whole Bible.
തിരുവചനത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ വേറെ ഒരു വചനം ഇപ്രകാരം ഇല്ല. 7 superlatives in one sentence. 7 സൂപ്പർലേറ്റീവ്സ് ഒരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. And that is what grace can do. ദൈവകൃപയെന്ന് പറഞ്ഞാൽ So ഇതാണ്. when I apply that to my life, അത് എൻ്റെ ജീവിതത്തോട് ഞാൻ പ്രായോഗികമാക്കുമ്പോൾ I say, Lord, this is amazing. കർത്താവേ, ഇത് വളരെ മനോഹരമായിരിക്കുന്നു. I will always have a sufficiency എനിക്ക് എല്ലായ്പ്പോഴും സമൃദ്ധി ഉണ്ടാകും in everything, എല്ലാറ്റിലും. and it will abound towards me, അത് എപ്പോഴും എന്നിലേക്ക് പെരുകി വന്നുകൊണ്ടിരിക്കും. so that not only I can do every good deed, എനിക്ക് നല്ല പ്രവൃത്തി ചെയ്യുക every മാത്രമല്ല, good deed, എല്ലാ നല്ല പ്രവൃത്തികളും, but I have an abundance to do it. അത് അധികമായിട്ട് കവിഞ്ഞു വരുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ പോകുന്നു. You know, that's like you go to buy a loaf of bread from a store in India, നിങ്ങൾ ഒരു കടയിൽ ചെന്ന് ഒരു ബ്രെഡ് വാങ്ങിക്കുന്നു. and your father gives you 10,000 rupees to go and buy the loaf of bread. ഒരു റൊട്ടി വാങ്ങിക്കാനായിട്ട് നിന്റെ പിതാവ് നിനക്ക് 10,000 രൂപ തന്നു എന്ന് വിചാരിക്കും. You don't need 10,000 rupees. You need 10 or 15 rupees for that. 10-15 ഇന്ത്യൻ രൂപ മതി അതിന്. But he gives you 10,000 rupees. അവൻ നിനക്ക് 10,000 രൂപ തന്നു That വിചാരിക്കും. is the meaning of abundance for every good deed. ഇതാണ് എല്ലാ നല്ല പ്രവൃത്തിയും ചെയ്യാനായിട്ട് കവിഞ്ഞു വരുന്ന. Now, I'm not talking about money. I'm talking about grace. ഞാൻ പണത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, കൃപയെക്കുറിച്ചാണ്. That means anything God has commanded, നിന്നോട് ദൈവം ഒരു കാര്യം ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ He'll give you an abundance for it. നിന്റെ ആ കൃപ അവൻ പെരുകി വരുന്ന കൃപ But തന്നെ. very often we don't ask for that grace. ആ കൃപയ്ക്കായിട്ട് നമ്മൾ ദൈവത്തോട് പലപ്പോഴും യാചിക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല. Then we don't get it. നിങ്ങൾക്ക് അപ്പോൾ അത് ലഭിക്കുകയില്ല. I'll never forget once when my children were small at home. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറിയ കുട്ടികളായിട്ട് One ഭവനത്തിലുണ്ടായിരുന്ന day കാര്യം I ഞാൻ told one of them, he was about 10 years old, I think. അവരുടെ 10 വയസ്സുണ്ടായിരുന്നപ്പോൾ ഒരു പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. I said, go and get some bread for him. ഞാൻ പറഞ്ഞു, മോനെ പോയി ഒരു റൊട്ടി വാങ്ങിച്ചുകൊണ്ട് He വരിക." ran. അവൻ ഓടിപ്പോയി. 5 minutes later, he came back. 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നു. Daddy, give me the money. ഡാഡി പണം തരൂ, അല്ലാതെ എങ്ങനെയാണ് ബ്രെഡ് വാങ്ങിക്കുന്നത്? What did I expect him to do? ഞാൻ എന്താണ് അവനിൽ നിന്നും പ്രതീക്ഷിച്ചത്? Did I expect him to go and work as a coolie somewhere and earn 10 rupees and go and buy the bread and come? എവിടെയെങ്കിലും പോയി കഠിന പ്രയത്നം കൂലിയായിട്ട് ജോലി ചെയ്തിട്ട് റൊട്ടി മേടിച്ചുകൊണ്ട് വരാനാണ് And ഞാൻ earn that money അതുകൊണ്ട് ധനം സമ്പാദിച്ചിട്ട് and buy the bread? അതിനുശേഷം റൊട്ടി മേടിക്കുന്നത് ഒരിക്കലുമല്ല. I would give him the money ഞാൻ അവന് പണം കൊടുക്കും to buy the bread. റൊട്ടി വാങ്ങുവാനായിട്ടുള്ള. But he didn't ask. He ran off before. He was so eager to obey, but he didn't ask for the money. അനുസരിപ്പാനുള്ള ഉത്സാഹത്തിൽ അവനത് ചോദിക്കുന്നതിന് മുമ്പേ ഓടിപ്പോയി. Before I gave it to him, he went off. ഞാൻ അവന് കൊടുക്കുന്നതിന് മുമ്പ് അവൻ ഓടി. That is how many believers are. പല വിശ്വാസികളും Yeah, I അപ്രകാരം. want to do that. ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, And താല്പര്യമുണ്ട്. they live a frustrated life. അതിനുശേഷം അവർ വളരെ ദുരിതപൂർണമായ ഒരു ജീവിതത്തിൽ They ജീവിക്കുന്നു. think that God is a worse father than me. എന്നേക്കാൾ ദോഷിയായ ഒരു പിതാവാണ് സ്വർഗ്ഗസ്ഥനായ I won't ദൈവം ask എന്ന് my വിളിച്ചു. son to go and buy bread and not give him the money. ഞാൻ പണം കൊടുക്കാതെ ഒരിക്കലും എന്റെ മകനോട് പോയി റൊട്ടി മേടിപ്പാൻ ആവശ്യപ്പെടില്ല. You think God will tell us to rejoice in the Lord always and not give us the ability to do it? എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ സന്തോഷിപ്പാനുള്ള ആ കൃപ തരാതെ അവൻ നമ്മളോട് ആവശ്യപ്പെടുമോ Let സന്തോഷിപ്പാനായിട്ട്? me tell you this in Jesus' name. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, If you say it is not possible to rejoice in the Lord always, എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ you know what you're saying? നിങ്ങൾ എന്താണ് പറയുന്നത് അറിയുമോ? Brother Zach is a much better father than our heavenly Father, സഹോദരൻ സാക്ക് സ്വർഗ്ഗസ്ഥനായ പിതാവിനേക്കാൾ വളരെ നല്ല പിതാവാണെന്നാണ്. because he gives money to his children to buy bread. കാരണം റൊട്ടി മേടിപ്പാനായിട്ട് അവന്റെ കുഞ്ഞുങ്ങൾക്ക് അവൻ പണം കൊടുത്തിട്ടാണ് അവരെ. And God gives a command but won't give us the power. ദൈവം ഒരു കൽപ്പന തന്നിട്ട് അതിനുള്ള കൃപയില്ലാതെ ശക്തിയില്ലാതെ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്ന് പറയും. What an insult that is to God to say that I am a better father than God. ദൈവത്തെ എത്രമാത്രം അപമാനിക്കുന്ന തുല്യമാണ് ഭൂമിയിലുള്ള ഒരു പിതാവ് സ്വർഗ്ഗസ്ഥനായ പിതാവിനേക്കാൾ നല്ലവനാണെന്ന് പറയുന്നത്. That is why I say when you don't say amen to God's promises, you're actually insulting God. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ ആ വാഗ്ദത്തങ്ങളോട് ആമേൻ പറയുന്നില്ലെങ്കിൽ ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണത്. I didn't realize it for so many years. വളരെ വർഷക്കാലം എനിക്ക് ആ കാര്യം മനസ്സിലായില്ല. I thought unbelief was just a weakness. ഞാൻ അവിശ്വാസം എന്ന് പറയുന്ന ഒരു You know, ബലഹീനതയായിട്ടാണ്. like sometimes we are a bit tired. ചിലപ്പോൾ നമ്മളെ ക്ഷീണിക്കുമ്പോൾ That's not a sin. അതൊരു പാപമല്ല. To feel tired is not a sin. ആ ക്ഷീണാവസ്ഥയിലാകുന്നത് പാപമല്ല. And we think unbelief is like, oh, we're tired. ക്ഷീണിച്ചിരിക്കുന്നത് പോലെയാണ് അവിശ്വാസം എന്ന്. No, unbelief is an insulting God. അവിശ്വാസം എന്നുള്ളത് ദൈവത്തെ നിങ്ങൾ അപമാനിക്കുന്നത്. I believe it's like slapping him in the face. ഞാൻ അതിനെ കാണുന്നത് ദൈവത്തിന്റെ മുഖത്ത് നിങ്ങൾ അടിക്കുന്നതിന് തുല്യമാണ്. You can't tell me to rejoice in the Lord always because it's not possible. എന്നെ എപ്പോഴും സന്തോഷിക്കാൻ സാധ്യമല്ല, കാരണം അത് നടക്കുന്നൊരു കാര്യമല്ല എന്ന് പറയുന്നത് തുല്യമാണ്. The kingdom of God is righteousness inside.
ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ഉള്ളിലുള്ള നീതിയാണ്. And it says in Romans 14:17, റോമാലേഖനം 14:17 പറയുന്നു, the kingdom of God is peace in my heart. റോമർ 14:17 പറയുന്നതിന്റെ ദൈവരാജ്യം സമാധാനം എന്ന് പറയുന്നു. Not just peace on the outside. പുറമേ കാണുന്ന ഒരു സമാധാനമല്ല. It's not that I am not a quarrelsome type of person. ഞാൻ എപ്പോഴും മറ്റുള്ളവർ വഴക്കടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നൊരു അവസ്ഥയല്ല. You say some people are quarrelsome. നിങ്ങൾ പറയാറുണ്ട് ചില ആൾക്കാർ എപ്പോഴും മറ്റുള്ളവർ വഴക്കടിക്കുന്നവരാണെന്ന്. Then you say, I'm not like that. ഞാൻ അങ്ങനെ വഴക്കാളിയൊന്നുമല്ല. I am a peaceful person. ഞാൻ വളരെ സമാധാന കാംക്ഷിയാണെന്ന് പറയും. Good. നല്ലത്. But are you anxious in your mind? എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ നിങ്ങൾക്ക് ഉത്കണ്ഠയുള്ളവരാണോ? Then you don't have peace inside. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് സമാധാനമില്ല. Your peace is only on the outside. നിങ്ങളുടെ സമാധാനം പുറമേ മാത്രമേ ഉള്ളൂ. I'm sure there were many good Israelites who were not quarrelsome people. എനിക്കറിയാം പഴയ നിയമത്തിലുണ്ടായിരുന്ന പല നല്ല ഇസ്രായേലിയരും വഴക്കാളികളല്ലായിരുന്നു. Some of them were quarrelsome, but I think some were not quarrelsome. ചിലർ വഴക്കാളികളായിരുന്നിരിക്കാം, എന്നാൽ അങ്ങനെ അല്ലാത്തവർ ധാരാളം But ഉണ്ടായിരുന്നു. none of them could have peace inside. എന്നാൽ അവരുടെ ഉള്ളിൽ അവർക്ക് സ്വസ്ഥതയില്ലായിരുന്നു, Peace in സമാധാനം. the Holy Spirit. പരിശുദ്ധാത്മാവിലുള്ള That's the സമാധാനം, kingdom of God. അതാണ് ദൈവരാജ്യം. Not lands and houses and cars and property. അത് കാറും സമ്പൽ സമൃദ്ധിയും വീടുകളും ഒന്നുമല്ല. See, Philippians 4:6. ഫിലിപ്പിയർ 4:6 വരിക. This is the peace in the Holy Spirit. ഇതാണ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. Then you'll know whether you got it or not. ഇത് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. Here is a definition of peace in the Holy Spirit. പരിശുദ്ധാത്മാവിലുള്ള സമാധാനത്തിന്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ The പറയുന്നത്. kingdom of God. ദൈവരാജ്യത്തിന്റെ Kingdom of God is peace in the Holy Spirit. ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള സമാധാനമാണ്. That is a life where, verse 6, we are anxious for nothing. ഫിലിപ്പിയർ 4:6 പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. That means you're not worried. നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ചും ഭാരമില്ല, വിചാരമില്ല, പ്രയാസമില്ല. Why? എന്തുകൊണ്ടാണ്? Why you don't find a command like this in the Old Testament? എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു കൽപ്പന നിങ്ങൾ കാണാതിരുന്നത്? Because they didn't have the kingdom of God then. കാരണം അവർക്ക് അവിടെ ദൈവരാജ്യം ഇല്ലായിരുന്നു. The kingdom of God came to earth on the day of Pentecost. ദൈവരാജ്യം സ്വർഗത്തിലേക്ക് ഇറങ്ങി വന്നത് പെന്തക്കോസ്ത് നാളിലാണ്. Jesus prepared the way for that through his death and resurrection. യേശുക്രിസ്തു തന്റെ ജീവന്റെ മരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും ഒരു പാത There was ഒരുക്കുകയായിരുന്നു. no kingdom of God in the Old Testament. പഴയ നിയമത്തിൽ ദൈവരാജ്യമില്ലായിരുന്നു. You remember what John the Baptist preached? യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച് നിങ്ങൾ ഓർക്കുന്നു? Repent, മാനസാന്തരപ്പെടുക, because the kingdom of our God is coming. It's very near. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീന്നാണ്. 1500 years you didn't have this kingdom of God. ആ വളരെ വർഷങ്ങൾ കാലം ഈ ഒരു ദൈവരാജ്യം നിങ്ങൾക്കില്ലായിരുന്നു. From the time of Moses, you Israelites only had a kingdom on this earth. മോശ മുതൽ 1500 വർഷക്കാലം അവർക്ക് ഈ ഒരു ദൈവരാജ്യമില്ലായിരുന്നു. It was only on the earth you had a kingdom. അവർക്ക് ഭൂമിയിലുള്ള ഒരു രാജ്യം മാത്രമാണ്, Canaan. കനാന്യ രാജ്യം. But now, എന്നാൽ the ഇന്ന് kingdom of God is near. ദൈവരാജ്യം സമീപമായിരിക്കുന്നു. You know the meaning of repent? മാനസാന്തരത്തിന്റെ അർത്ഥം എന്തെന്നറിയുമോ? The best translation of repent is in the Tamil language. അത് മാനസാന്തരത്തിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ തമിഴ് ലാംഗ്വേജിലാണ്. Mananthirumbal. അവിടെ പറഞ്ഞ മനസ്സ് തിരിയുക. That is the accurate meaning of repent. മാനസാന്തരത്തിന്റെ So- റിപ്പന്റിന്റെ യഥാർത്ഥ അർത്ഥം അതാണ്. So all the Israelites were facing the kingdom of earth for 1500 years. 1500 വർഷക്കാലം എല്ലാ ഇസ്രായേലും ഈ ലോകത്തിന്റെ രാജ്യത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. And John the Baptist was saying, now turn around and look at the kingdom of God that is coming. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അതിൽ നിന്നും മനസ്സ് തിരിഞ്ഞ് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് നോക്കുവീൻ എന്ന് പറഞ്ഞു. Your mind is always occupied with this kingdom of earth. ഈ ഭൗമികമായ രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന അവരുടെ മനസ്സെല്ലാം ഇപ്പോഴും അതിൽ മാത്രമായിരുന്നു. That's right, because there was nothing else available in those days. കാരണം അതിൽ തെറ്റില്ല, അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഭൗമിക But രാജ്യം now മാത്രമായിരുന്നു. the kingdom of God is near. എന്നാൽ സ്വർഗീയ രാജ്യമായിട്ടുള്ളത് ദൈവത്തിന്റെ രാജ്യം And ഇതാ സമീപമായിരിക്കുന്നു. That came on the day of Pentecost. അത് പെന്തക്കോസ്ത് നാളിലെ ഇറങ്ങി വന്നതാണ്. That's why this command is not found in the Old Testament. അതുകൊണ്ടാണ് ഈ കൽപ്പന പഴയ നിയമത്തിൽ കാണാൻ Because സാധിക്കാത്തത്. inward freedom from anxiety ഉത്കണ്ഠയിൽ നിന്നുള്ള ഉള്ളിലുള്ളൊരു സ്വാതന്ത്ര്യം is not possible in the kingdom of earth. It's possible in the kingdom of God. എന്നാൽ അത് ഭൗമിക രാജ്യത്തിൽ സാധ്യമല്ല, ദൈവിക രാജ്യത്തിൽ മാത്രം സാധ്യമാകുന്ന In കാര്യം. the kingdom of earth, God promised them many things. ഭൗമിക ദൈവത്തിന്റെ രാജ്യത്തിൽ പല കാര്യങ്ങൾ ദൈവം In the വാഗ്ദാനം kingdom നൽകിയിട്ടുണ്ട്. of earth,
ഭൗമിക രാജ്യത്തിൽ പല കാര്യങ്ങൾ ദൈവം വാഗ്ദത്തം നൽകിയിട്ടുമുണ്ട്. God told Israelites, I will make you prosper. ഞാൻ നിങ്ങളെ സമൃദ്ധിയാക്കുമെന്ന് I am the Lord your healer, I heal your sicknesses. ഞാൻ നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കും. I will not put upon you any of the diseases I put on the Egyptians. മിസ്രയീമ്യർക്ക് കൊടുത്ത ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കില്ല. Every promise was earthly. എല്ലാ വാഗ്ദത്തങ്ങളും ഭൗമികമായിരുന്നു. You search through from Genesis to Malachi, you won't find a promise that is heavenly. സ്വർഗീയമായിട്ടുള്ള ഒരു വാഗ്ദത്തവും നിങ്ങളെ ഉൽപ്പത്തി മുതൽ മലാഖി വരെ പരിശോധിച്ചാൽ കാണുക Because the സാധ്യമല്ല. kingdom was a kingdom of earth. എന്നാൽ കാരണം അത് ഭൗമിക രാജ്യത്തിനുള്ളതായിരുന്നു. But John the Baptist said the kingdom of heaven is near now. എന്നാൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു സ്വർഗരാജ്യം സമീപമായി. But even though the kingdom of heaven has now come 2000 years ago, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ രാജ്യം വന്നതിന് ശേഷവും the devil has got so many Christian preachers turning Christians back to the kingdom of earth. പല ക്രിസ്തീയ പ്രസംഗങ്ങളിലൂടെയും ക്രിസ്ത്യാനികളുടെ മനസ്സ് ആ ഭൗമിക രാജ്യത്തിലേക്ക് Exactly like the Israelites. അത് ഇസ്രായേലർ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ. Money and property and health. അവർക്ക് ധനം, സമ്പാദ്യം, ആരോഗ്യം, not righteousness, peace and joy. അത് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷമല്ല. See what a work the devil has done. സാത്താൻ എത്ര മനോഹരമായിട്ടാണ് ആ പ്രവൃത്തി ചെയ്തത്. Jesus died and rose again, sent the Holy Spirit to bring the kingdom of God. യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചതിനു ശേഷവും the devil has cheated Christians. സാത്താൻ വിശ്വാസികളെ വഞ്ചിച്ചിട്ട് and turned them back to the kingdom of earth. ഭൗമിക രാജ്യത്തിലേക്ക് അവരെ മടക്കി To be കൊണ്ടുപോകുന്ന occupied with earthly things. ഈ ഭൗമിക കാര്യങ്ങളാൽ അവരുടെ ഹൃദയം അവിടെ കെട്ടപ്പെട്ടിരിക്കുന്നു. Can you tell me what is the result of Christ having risen and gone to heaven? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുക്കിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് എന്താണ് സാധ്യമെന്ന് പറയുന്നത്? If Christ has risen and gone to heaven, what should we do? കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? You say we should wait for his coming back. അവൻ മടങ്ങി വരുന്നതിനെ നമ്മൾ നോക്കിയിരിക്കാനാണോ നിങ്ങൾ പറയുന്നത്? But until he comes back, what should we do? അവൻ മടങ്ങി വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യും? Is there a verse you can show me? അതിന് പറ്റിയൊരു വാക്യം എന്ന് നിങ്ങൾ എന്നെ കാണിക്കാം. I'll show you a verse. ഞാൻ നിങ്ങളെ കാണിക്കാം. Colossians 3. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം വാക്യം. Since Christ has been raised up and is seated at the right hand of God. ആകയാൽ യേശുക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. No, he is seated at the right hand of God. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നുണ്ട്. And I am united with him. We all say we are united to Christ. നമ്മൾ എല്ലാവരും പറയും നമ്മൾ യേശുക്രിസ്തുവിനോടുകൂടി ഒന്നിച്ചായിരിക്കുന്നുവെന്ന്. എങ്കിൽ that means we are raised up with him. നമ്മൾ അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Then what should you do? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Keep on seeking the things that are above. Verse 1. ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ദൈവത്തിന്റെ വലതുഭാഗത്ത് അവൻ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. Because we are not Israelites. നമ്മൾ ഇസ്രായേലിലല്ല. We don't have a kingdom of earth. നമുക്ക് ഒരു ഭൗമിക രാജ്യമില്ല. Our earthly needs are provided. Like I said, the bonus God throws in. ആ ബോണസ് ദൈവം നൽകുന്നത് പോലെ നമ്മുടെ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദൈവം നോക്കിക്കൊള്ളും. But we don't just come away with the mug. We come back with what Christ paid a price for. യേശുക്രിസ്തു നമുക്കായിട്ട് ആ വില കൊടുത്തതിന്റെ മഗ് സൗജന്യമായി കിട്ടിയ മഗ്ഗുമായിട്ടല്ല നമ്മൾ വരുന്നത്. യഥാർത്ഥ വില കൊടുത്തതുമായിട്ടാണ്. അത് എക്സ്ട്രാ ആയിട്ട് സൗജന്യമായിട്ട് നൽകുന്നതാണ്. But what the kingdom of God, righteousness, peace and joy in the Holy Spirit. ദൈവത്തിന്റെ രാജ്യം നീതി, സമാധാനം, And so he says in verse 2, if Christ is risen, you must set your mind on things above and not on the things of the earth. അതുകൊണ്ടാണ് പറയുന്നത് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. And if you set your mind on the things of earth, നിങ്ങളുടെ ഹൃദയം ഭൂമിയിലെ ഭൗമിക കാര്യങ്ങൾ നിങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നവരാണെങ്കിൽ, then you are saying, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുന്നു, I am not raised up with Christ and all, I am a good old Israelite. ഞാൻ യേശുക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിട്ടില്ല, ഞാനൊരു നല്ല ഇസ്രായേലിയനാണ്, പഴയ നിയമ ഇസ്രായേലിയൻ. You probably never heard a message like this before. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു സന്ദേശം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലായിരിക്കാം. But have I told you something which is not in scripture? തിരുവചനത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു? Everything I have shown you scripture. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും പിൻബലമായിട്ട് ദൈവത്തിന്റെ വചനം നിങ്ങളെ ഞാൻ കാണിച്ചു. If you accept it, you will get a new Bible. നിങ്ങളത് ഹൃദയപൂർവ്വം ഏറ്റെടുക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ബൈബിൾ ലഭിക്കും. If you open yourself to the Holy Spirit, you will get a new life. നിങ്ങൾ പരിശുദ്ധാത്മാവിനായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഹൃദയത്തെ തുറന്നു കൊടുക്കുന്നെങ്കിൽ ഒരു പുതുജീവൻ നിങ്ങൾക്ക് ലഭ്യമാകും. We don't take the commands of scripture seriously. ദൈവത്തിന്റെ കൽപ്പനകളെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കുന്നവരല്ല. I'll tell you in my own life. എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. Like all husbands, when I got married, I used to get angry with my wife. എല്ലാ ഭർത്താക്കന്മാരെ പോലെയും ഞാനും വിവാഹിതനായ കാലങ്ങളിൽ എൻ്റെ ഭാര്യയോട് കോപിച്ച് I was born again.
I was born again. ഞാൻ വീണ്ടും ജന്മം Baptized. പ്രാപിച്ചവനായിരുന്നു, But I സ്നാനപ്പെട്ടവനായിരുന്നു. never believed that I could overcome anger. എന്നാൽ കോപത്തെ ജയിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. And I read in scripture ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ അത് വായിച്ചപ്പോൾ in Ephesians 4:31, എഫേസ്യ ലേഖനം 4:31, I must put away all anger. എഫേസ്യ ലേഖനം 4:31 എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും. Supposing I say, put away all the chairs from this room, how many chairs will be left ഞാൻ here? പറയാ ഇവിടുത്തെ എല്ലാ കസേരകളും മാറ്റുകാരൻ പറഞ്ഞ എത്ര കസേരകളുടെ Zero. 0. So when it says put away all anger, how much anger should remain in my heart? എല്ലാ കോപവും എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ എത്രമാത്രം കോപം അവശേഷിക്കും? 0. 0. Have you ever read this verse? നമ്മൾ എപ്പോഴെങ്കിലും ഈ വാക്യം വായിച്ചിട്ടുണ്ടോ? You're getting a new Bible today. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയൊരു ബൈബിളാണ് This is righteousness in the Holy Spirit. ഇതാണ് പരിശുദ്ധാത്മാവിലുള്ള നീതി. You won't find a verse in the Old Testament saying put away all anger because the Holy Spirit was not given. പഴയ നിയമത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാക്യം കാണുക സാധ്യമല്ല, കാരണം പരിശുദ്ധാത്മാവിനെ അവിടെ നൽകിയിട്ടില്ല. And it also said in Colossians 3, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, verse 19, 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, husbands, ഭർത്താക്കന്മാരെ don't be bitter against your wife. നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. Okay, let me ask you. ഞാൻ നിങ്ങളോട് When ചോദിക്കുന്നു, God says don't be bitter against your wife, ഭാര്യയോട് കയ്പായിരിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുള്ളപ്പോൾ does it mean once in a while if you do it it's okay? ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്താൽ കുഴപ്പമില്ല എന്നാണോ അതുകൊണ്ട് I അർത്ഥമാക്കുന്നത്? mean most of the time you should not do it. ഭൂരിഭാഗം സമയവും കയ്പായിട്ടിരിക്കരുത് എന്നാണോ? Is that the meaning? അതാണോ ഇതിന്റെ അർത്ഥം? In the Old Testament when the Lord said don't commit adultery, പഴയ നിയമത്തില് വ്യഭിചാരം ചെയ്യരുതെന്ന് ദൈവം What did he പറഞ്ഞപ്പോൾ mean? എന്താണ് അവന്റെ ഉദ്ദേശം? once in a while committing adultery is okay, but don't do it most of the time. ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമില്ല, എന്നാൽ എല്ലായ്പ്പോഴും വ്യഭിചരിക്കരുതെന്നാണോ പറഞ്ഞതിന്? Is that the meaning of don't commit adultery? വ്യഭിചരിക്കരുത് എന്ന് വ്യഭിചാരം Or ചെയ്യുന്നത് don't commit murder? അതുപോലെ കുല ചെയ്യരുതെന്ന് What did God mean? ദൈവം എന്താണ് അർത്ഥമാക്കിയത്? Now once in a while if you kill somebody it's okay, but don't do it every day. വല്ലപ്പോഴും ഒരാളെ കൊല്ലുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എല്ലാ ദിവസവും നീ കൊല ചെയ്യരുതെന്നാണോ Is that അർത്ഥമാക്കിയത്? the meaning of that? അതായിരുന്നു ആ വചനത്തിന്റെ ആ അർത്ഥം. Okay, now apply it to this verse. അതേ കാര്യം ഈ വചനത്തിലേക്ക് Don't be വരിക. bitter against your wife. നിന്റെ ഭാര്യയോട് What does കയ്പായിരിക്കരുത് it mean? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Yeah, once in a while if you're bitter it's okay, വല്ലപ്പോഴും ഒക്കെ കയ്പായിട്ടിരിക്കാം, അതാണോ? but don't be bitter every day. എന്നാൽ എല്ലാ ദിവസവും കയ്പായിരിക്കരുത്, അതാണോ? You don't apply that to the Old Testament verses like adultery and murder. How can you apply it to this verse? വ്യഭിചാരവും കൊലപാതകവും എന്നുള്ള പഴയ നിയമ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്നവരെങ്കിൽ You see എന്തുകൊണ്ട് ഈ how- കാര്യത്തിലില്ല? You'll get a new Bible if you take what I say seriously. ഞാൻ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ബൈബിൾ ലഭിക്കാൻ The same old Bible will become living. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ സത്യവേദ പുസ്തകം It ജീവനുള്ളതായി became തീരും. living for me. എന്റെ ജീവിതത്തിൽ എങ്ങനെ അത് സത്യമായി And തീർന്നു, I അതുപോലെ could come to that place in my life when I finished with all anger in my home. Zero. എന്റെ left. ഭവനത്തിലെ അല്പം പോലും കോപമല്ലാത്ത ആ ഒരവസ്ഥയിലേക്ക് ഞാൻ And എത്തിച്ചേർന്നു. finished with all bitterness. എല്ലാ കയ്പും എന്നിൽ നിന്ന് മാറ്റി. I am not turning the fan. It's electricity, the power of the Holy Spirit. ഞാനല്ല അവിടെ പങ്ക് കറക്കിക്കൊണ്ടിരുന്ന വിദ്യുത് ശക്തി പരിശുദ്ധാത്മാവാണ് അവിടെ I ചെയ്തുകൊണ്ടിരുന്നത്. tried this old method of turning the fan. I got tired. ഞാൻ ആ പഴയ ആ പ്രക്രിയ ചെയ്ത് ക്ഷീണിച്ച് ഞാൻ ഉപേക്ഷിച്ചവനാണ്. I realized that was life under the law. ന്യായപ്രമാണത്തിന് കീഴിലുള്ള ആ ജീവിതത്തെ ഞാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടവനാണ്. Dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, I'll tell you honestly. സത്യസന്ധമായിട്ട് എന്നോട് പറയട്ടെ, When I spoke in tongues, ഞാൻ അന്യഭാഷയിൽ I സംസാരിച്ചു. thought I had the fullness of the Holy Spirit. പരിശുദ്ധാത്മപൂർണനാണെന്ന് ഞാൻ ചിന്തിച്ചു, I did not. എന്നാൽ അത് സത്യമായിരുന്നില്ല. I did not have inward righteousness. എന്റെ ആന്തരികമായിട്ടുള്ള നീതി എനിക്കില്ല. I did not have peace, freedom from anxiety. ഉത്കണ്ഠയിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം സമാധാനം I എനിക്കില്ലായിരുന്നു. did not have joy always in the Lord. എല്ലായ്പ്പോഴും കർത്താവായ യേശുക്രിസ്തുവിലുള്ള സന്തോഷം I എനിക്കില്ലായിരുന്നു. spoke in tongues. ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചു. What a deception. എത്ര വഞ്ചനാത്മകമായ But God saved me from that deception. ആ വഞ്ചനയിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചു. I still speak in tongues. ഇന്നും ഞാൻ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ But I സംസാരിക്കുന്നു. have righteousness, peace and joy in the Holy Spirit. എന്നാൽ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എനിക്കുന്നുണ്ട്. I want to say to you, don't let the devil cheat you of your inheritance. നിങ്ങളുടെ അവകാശങ്ങളെ കൊണ്ട് നിങ്ങളെ വഞ്ചിപ്പാനായിട്ട് സാത്താനെ നിങ്ങൾ അനുവദിക്കരുത് എന്ന് ഞാൻ പറയട്ടെ. Supposing your father died and left 100 crores of rupees for you in many banks in India. ഇന്ത്യയിലെ പല ബാങ്കുകളായിട്ട് 100 കോടി
രൂപ And നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് മരണത്തിന് ശേഷം അവിടെ ഇട്ടിട്ട് പോയി. property in different cities. പല പട്ടണങ്ങളിൽ നിങ്ങൾക്ക് സമ്പത്ത് സമൃദ്ധി. All the details are written in a will, and you're the only child. He dies. അവൻ മരിക്കുമ്പോൾ ഏകപുത്രനായിരിക്കുന്ന നീ മാത്രമാണ് എന്ന് ചിന്തിക്കുക. And you give it to some lawyer to execute the will. ആ വിൽപത്രം പ്രായോഗികമാക്കാനായിട്ട് നിങ്ങളൊരു ലോയറെ വക്കീലിനെ ഏൽപ്പിക്കുന്നു. And then, because you don't read the will carefully, നിങ്ങൾ ശ്രദ്ധാപൂർവം ആ വിൽപത്രം വായിക്കാത്തത് കൊണ്ട് the lawyer says your father has left 10,000 rupees for you. പറയുന്നു, ആ വക്കീൽ പറയുന്നു, നിന്റെ പിതാവ് നിനക്ക് 10,000 രൂപ നൽകിയിട്ട് പോയിട്ടുണ്ട്. You're so happy. നിങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഓ, I 10,000. got 10,000 rupees. ഓ, പിതാവിന്റെ അവകാശം എനിക്ക് 10,000 What a ഉണ്ട്. good father, he's given me 10,000 rupees. നല്ല സ്നേഹവാനായ പിതാവ് എനിക്ക് 10,000 രൂപ And you തന്നു. live in poverty അതിനുശേഷം നീ ദരിദ്രാവസ്ഥയിൽ ജീവിക്കും. because some crooked lawyer cheated you of 100 crores. നിന്റെ കോടികൾ നിന്നെ വഞ്ചിച്ചിരിക്കുന്നു. ചില വക്കീലന്മാർ അത് That is ചെയ്തിരിക്കുന്നു. exactly what the devil has done to many Christians. പല ക്രിസ്ത്യാനികളിലും ഇന്ന് സാത്താൻ ചെയ്തിരിക്കുന്ന ആ കാര്യമാണ്. You think, I got forgiveness of sins. നിങ്ങൾ ചിന്തിക്കുന്നു, എനിക്ക് പാപക്ഷമ ലഭിച്ചിരിക്കുന്നു. Wonderful. ഓ, സന്തോഷം, വളരെ നല്ലത്. But he's cheated you of 99% of your inheritance. നിന്റെ അവകാശത്തിന്റെ 99% നിന്നിൽ നിന്ന് അവൻ അപഹരിച്ചിരിക്കുന്നു, നിന്നെ അവൻ വഞ്ചിച്ചിരിക്കുന്നു. Or maybe he gives you another 5,000 rupees. ചിലപ്പോൾ ഒരു അഡീഷണൽ Okay, you speak in tongues also. നീ അന്യഭാഷയിൽ No, സംസാരിക്കുന്നു. now my joy is complete. ഓ, എന്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു. He has cheated you of 98% of your inheritance. നിന്റെ അവകാശത്തിന്റെ 98% അവൻ നിന്നെ Do you know what your വഞ്ചിച്ചിരിക്കുന്നു. inheritance is? നിന്റെ അവകാശം എന്ന് നിങ്ങൾക്ക് അറിയാം. The entire kingdom of God. ദൈവത്തിന്റെ സമ്പൂർണ്ണ രാജ്യമാണ്. Total inward righteousness. ദൈവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള Freedom നീതി, from the power of sin. പാപത്തിന്റെ പിടിയിൽ നിന്നുള്ള പൂർണ്ണമോചനം, Peace of mind. ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സമാധാനം, സ്വസ്ഥത, Peaceful sleep at night. സമാധാനം, സ്വസ്ഥമായിട്ട് ഉറങ്ങുന്ന രാത്രികൾ, And joy in the Lord all the time. എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിലുള്ള സന്തോഷം. Freedom from discouragement and depression and gloom നിങ്ങളുടെ വിഷാദത്തിൽ നിന്നും നിരാശയിൽ നിന്നും and ഉള്ള സ്വാതന്ത്ര്യം, bad moods. ആ മാറി വരുന്ന ആ മാനസിക അവസ്ഥയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. Before I knew this life, I also had bad moods and discouragement and depression. ഈ ഒരു ജീവിതത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് എനിക്കും നിരാശയും ആ പല മാനസിക അവസ്ഥകളും ഉണ്ടായിരുന്നു. When I exposed the devil to say, I'm going to get my whole inheritance, you've cheated me for so many years. ഞാൻ സാത്താന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എന്റെ ജന്മാവകാശം വഞ്ചിച്ചെടുക്കുന്ന സാത്താനെ, അതിനായിട്ട് ഞാൻ നിന്നെ അനുവദിക്കുകയില്ല എന്ന് You പറയുന്നത് വരെ. cheated me for a long time. My Savior purchased all this for me on the cross. കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി എന്റെ രക്ഷകൻ ചെയ്ത പ്രവൃത്തിയെ നീ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്ന And I സാത്താനോട് ഞാൻ said, പറഞ്ഞപ്പോൾ, Amen to God. ദൈവത്തിനോട് ഞാൻ ആമേൻ എന്ന് പറഞ്ഞപ്പോൾ, God made all grace abound to me for everything. എല്ലാ ആ സമർത്ഥമായിട്ടുള്ള കൃപ എന്റെ ജീവിതത്തിലേക്ക് അവൻ ധാരാളമായിട്ട് വർഷിച്ചു കൊണ്ടിരുന്നു. There's no partiality with God. ദൈവത്തിന് മുഖപക്ഷമില്ല. What He's done for me, He'll do for every one of you. എനിക്ക് വേണ്ടി ചെയ്ത ആ പ്രവൃത്തി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യുവാൻ അവൻ Because the ശക്തനാണ്. check is in your name also. കാരണം ആ ചെക്ക് നിങ്ങളുടെ പേരിലുമാണ്. You must write your Amen. നിങ്ങൾ അതിന്റെ പിന്നിൽ ആമേൻ എന്ന് എഴുതണം. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗീയ പിതാവേ, please open our eyes. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. Give us a hunger for this life. ഈ ജീവിതത്തിനായിട്ടൊരു വിശപ്പിനെ ഞങ്ങൾക്ക് നൽകണമേ. Give us faith to believe you will do it in us. ഈ കാര്യം നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് വിശ്വസിപ്പാനായിട്ടുള്ള വിശ്വാസം നൽകണമേ. In Jesus' name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. Amen. ആമേൻ.
നിലനിൽക്കും സമാധാന നിയമവും നീ, നിലനിൽക്കും സമാധാന നിയമവും നീക്കും. കാണുന്നു ഞാൻ യാഗിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഗിൽ ചെയ്യുകയില്ലവൻ നമ്മൾ പാപത്തിനൊത്തവോ പ്രതിഫലമരുളുന്നില്ലാതെ ഞങ്ങൾ ഗണിച്ചും. ചെയ്യുകയില്ലവൻ നമ്മൾ പാപത്തിനൊത്തവോ പ്രതിഫലമരുളുന്നില്ലാതെ ഞങ്ങൾ ഗണിച്ചും. വാനമിഭൂവിൽ നിന്നുയർന്നിരിപ്പതുപോ, വാനമിഭൂവിൽ നിന്നുയർന്നിരിപ്പതുപോ പരന്തയ ഭക്തന്മേൽ വലിയതു തന്നെ, പരന്തയ ഭക്തന്മേൽ വലിയതു തന്നെ. കാണുന്നു ഞാൻ യാഗിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഗിൽ കുടിക്കുകില്ലവനേറ്റം ചതഞ്ഞതമോടാം, എടുക്കുകില്ലവൻ തിരിപ്പുക വമിക്കുകിലും. കുടിക്കുകില്ലവനേറ്റം ചതഞ്ഞതമോടാം, എടുക്കുകില്ലവൻ തിരിപ്പുക വമിക്കുകിലും. നടത്തും താൻ വിധി ജയം ലഭിക്കും നാൾ വരെയും, നടത്തും താൻ വിധി ജയം ലഭിക്കും നാൾ വരെയും. വളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം, വളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം. കാണുന്നു ഞാൻ യാഗിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഗിൽ പഴുതിടാതവൻ എന്നെ കരങ്ങളിൽ കാത്തു, തീർത്തും തൻ മഹിമയിൽ സവിധത്തിൽ നാഥൻ. പഴുതിടാതവൻ എന്നെ കരങ്ങളിൽ കാത്തു, തീർത്തും തൻ മഹിമയിൽ സവിധത്തിൽ നാഥൻ. കളങ്കമറ്റാനന്ദ പൂർണ്ണതയോടെ, കളങ്കമറ്റാനന്ദ പൂർണ്ണതയോടെ ഭാവിക്കട്ടെ മഹത്വം അവനെന്നുമാമേ, ഭാവിക്കട്ടെ മഹത്വം അവനെന്നുമാമേ. കാണുന്നു ഞാൻ യാഗിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഗിൽ ചെയ്യുകയില്ലവൻ നമ്മൾ പാപത്തിനൊത്തവോ പ്രതിഫലമരുളുന്നില്ലാതെ ഞങ്ങൾ ഗണിച്ചും. ചെയ്യുകയില്ലവൻ നമ്മൾ പാപത്തിനൊത്തവോ പ്രതിഫലമരുളുന്നില്ലാതെ ഞങ്ങൾ ഗണിച്ചും. വാനമിഭൂവിൽ നിന്നുയർന്നിരിപ്പതുപോ, വാനമിഭൂവിൽ നിന്നുയർന്നിരിപ്പതുപോ പരന്തയ ഭക്തന്മേൽ വലിയവ തന്നെ, പരന്തയ ഭക്തന്മേൽ വലിയവ തന്നെ. കാണുന്നു ഞാൻ യാഗിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഗിൽ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് സജിബാര പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നീ ഞങ്ങളോട് കൃത്യമായി സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ അവസ്ഥകളെ കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ കർത്താവെ വെളിച്ചത്തിൽ നീ ഞങ്ങളെ തുറന്നു കാണിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ കർത്താവെ. ഇത് വെറും കർത്താവ് വേറൊരു മീറ്റിംഗ് ആയി പോകാതെ വണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തിരുവായി തിരുവാൻ തക്കണം പിതാവേ, നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഴയ നിയമ ഇസ്രയേലാണോ അതോ പുതിയ നിയമത്തിലെ കർത്താവെ ദൈവരാജ്യത്തിൽ ഞങ്ങളാണോ എന്ന് അറിയുവാൻ തക്കണം ദൈവമേ, ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളോട് നീ സംസാരിച്ചല്ലോ കർത്താവെ, ദൈവരാജ്യം പാനീയവും ഭക്ഷണവും അല്ലെന്ന്, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവുമാണ്. കർത്താവെ, ഞങ്ങൾക്ക് എഴുതി തന്നേക്കുന്ന ചെക്കിനെ കർത്താവെ ആമീൻ എന്ന് പറയുവാനും കർത്താവെ
ക്രിസ്തുവിൽ എന്നും സന്തോഷിപ്പാനും എപ്പോഴും സന്തോഷിപ്പാൻ തക്കണം കർത്താവേ. നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാഹചര്യങ്ങളെ ഞങ്ങളെ അടിമയാക്കുന്നുണ്ട് കർത്താവേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവെ ചോർത്ത് വരുന്നുണ്ട്. ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം നൽകി തരണമേ. നിന്റെ പരിശുദ്ധാത്മാവിൽ തന്നെ കർത്താവേ, ഗോഡ് ഈസ് ഏബിൾ ടു ഡു ഞങ്ങൾ കേട്ടു കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൃപ നൽകുന്ന ഞങ്ങൾ അറിയുന്നു കർത്താവേ. പൂർണ്ണമായി അതിനെ വിശ്വസിക്കുവാൻ തക്കണം കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങൾ കർത്താവേ വാസ്തവമായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് കർത്താവേ. വന്നേവരെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വാസ്തവമായിട്ടുള്ള കർത്താവേ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ തക്കണം ഞങ്ങളെ നീ സഹായിക്കണമേ. തന്റെ ദാസനെ ഞങ്ങളുടെ മധ്യ കൊണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ കേൾക്കുന്ന എല്ലാം കർത്താവേ വെറും കേട്ട് മറന്നു പോകാതെ വണ്ണം കേട്ട് അധികം ശ്രദ്ധയോടെ അനുസരിക്കുവാനും കർത്താവെ അതിന് വിധേയപ്പെടുവാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇനിയുള്ള മീറ്റിങ്ങുകളെല്ലാം ഞങ്ങൾ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഈ കർത്താവ് മീറ്റിങ്ങുകളെല്ലാം വളരെ വാസ്തവമായ അനുഗ്രഹമായി തീരുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായി തീരുവാനും തിരുനാമം മോഹത്തപ്പെടുവാനും നിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുവാനും കാരണമാക്കി തീർക്കണമേ. പുത്രനായ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ വെക്കണമേ നല്ല പിതാവേ.